പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ട് കൃത്യം 7 കൊല്ലം തികഞ്ഞു. ഇന്നാണ് ആ ദിവസം. അപ്പോൾ നമ്മൾ ഏപ്രിലല്ലേ തുടങ്ങിയേ? ഏപ്രിൽ ചാനൽ തുടങ്ങിയപ്പോഴും ഫസ്റ്റ് വീഡിയോ ഇട്ടുകൊണ്ടത് ഈ ദിവസമാണെന്ന്. മെയ് 17 യൂട്യൂബിൻ്റെ മെസ്സേജ് വന്നു. 2025 മെയ് 17 ആദ്യത്തെ വീഡിയോ ഇട്ടാണ് അല്ലേ? 2025 അല്ല, ഇന്ന് 2025 മെയ് 17. കൃത്യം 7 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസം 2017 അല്ല 2018 മെയ് 17. 18 തുടങ്ങിയാൽ മതിയായിരുന്നു. അപ്പൊ 2018 മെയ് 18 അങ്ങനെ വന്നേനെ. പിറ്റേ ദിവസം ഇട്ടാൽ മതിയായിരുന്നു. നമുക്ക് ഇനി അറിയാം, നമുക്ക് ഈ ചാനൽ കൊണ്ട് മുന്നോട്ട് പോവോ അല്ലെങ്കിൽ ഇത് എത്ര നാൾ നിൽക്കുമോ അല്ലെങ്കിൽ ഇതൊക്കെ വല്ല നിലനിൽപ്പുള്ള സാധനമാണെന്നൊക്കെ നമുക്ക് അറിയോ? ഭാവിനെ പറ്റി നമ്മുടെ കയ്യിലല്ലല്ലോ ഈ വക സാധനങ്ങളൊക്കെ കിടക്കുന്നത്. അത് അങ്ങനെ സംഭവിച്ചു, ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് സംഭവിച്ചതെല്ലാം നല്ലതിന്. തുടങ്ങാണ് ആദ്യത്തെ കമന്റ്. അത് കുഴപ്പമില്ല, മരം മുറിക്കുന്ന ശബ്ദമുണ്ട്, ഇത് കുഴപ്പമില്ല, ഇവിടേക്ക് എത്തില്ലെന്ന് വിചാരിക്കുന്നു. വായിച്ചോ. നളിനി സുരേന്ദ്രൻ ചുക്കുണ്ട വീഡിയോ വലത്തേട്ടാ കണ്ടാ മരം മുറിക്കുന്ന സൗണ്ട്. സരിത, കവിത കേൾക്കാൻ നല്ല രസമുണ്ട്. ONV കുറുപ്പ് മാഷ്ടെ മോഹം എന്ന കവിത ചൊല്ലുമോ? ഒരു വട്ടം കൂടിയൻ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഇതിൽ മറ്റേ ഞാൻ മരം വെട്ടുമ്പോൾ കിളി പാടുന്ന മറ്റേ സുഗതകുമാരി ടീച്ചറുടെ കവിത പാടി, അത് 2 പേര് പാടിയില്ല. അപ്പം അത് ഞാൻ ആദ്യത്തെ 4 വരി അവസാനത്തെ 4 വരിയാണ് പാടിയത്. അപ്പം അത് മുഴുവൻ പാടുമോ എന്ന് ചോദിച്ചിട്ടും കുറേ കമൻസ് ഉണ്ട്. ഏതിത് മോഹം? ഒരു വട്ടം കൂടി എന്നോർമകൾ. എനിക്ക് ആ സൗണ്ട് കാരണമുണ്ട്. ഇത് 7ാം ക്ലാസ്സിൽ പഠിക്കാണ്ടായിരുന്നു ഈ കവിത. എനിക്ക് അത്ഭുതമായിരുന്നു ഈ കവിത പഠിക്കാൻ വന്നപ്പോൾ. കാരണം സിനിമാ പാട്ടല്ലേ, നമ്മൾ ആകാശവാണിയിലൊക്കെ കേൾക്കണ സിനിമാ പാട്ടുണ്ട് പാഠപുസ്തകത്തിൽ പഠിക്കാൻ. ഇതെന്തെങ്ങനെ വിചാരിച്ചു. അപ്പോൾ ONVയുടെ കവിതയാണ്, അത് സിനിമയിലേക്ക് എടുത്ത് അങ്ങനെയൊന്നും എന്നാലോചിച്ചില്ല. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമേഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ച് എന്തു മധുരമെന്നോതുവാൻ മോഹം. അവിടെ മരം മുറിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ സരിത പതറുന്ന ചില സമയത്ത്. അത് നമ്മുടെ കുറ്റമല്ല, നമ്മുടെ തലച്ചോറിന്റെ നമ്മുടെ ഇത് സിനിമാ പാട്ട് പോലത്തെ ട്യൂണായതുകൊണ്ടേ കവിതകൾക്കൊരു ട്യൂണ് നമ്മൾ പാടില്ലേ. നമ്മൾ ഇന്നാള് പാടിയില്ലേ ഒരു കവിത, ഏത് വള്ളത്തോളിന്റെ എൻ കുഞ്ഞൂറങ്ങിക്കൊൾ പാടിയ. നിനക്ക് സ്കൂളിൽ പാടിയത് എങ്ങനെയാ? എനിക്കൊക്കെ അങ്ങനെയാ. ടീച്ചർമാരങ്ങനെ പഠിപ്പിച്ചു തരാം നമുക്ക് പണ്ട്. നാളെ പൂലർക്കാല മുന്നേഷമിന്നത്തെ കാളുമീണങ്ങിയൂണർന്നേണീപ്പാൻ. അയ്യോ, അന്നത്തേക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന പദ്യം. അതായത് ഞങ്ങളിപ്പോൾ ഞാൻ 2ാം ക്ലാസ്സിലാണെന്നുണ്ട് ആ പദ്യം പഠിച്ചിട്ടുള്ളത്. അത് 2ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ടീച്ചർ മൊത്തം മുഴങ്ങും. 10ാം ക്ലാസ്സിന്റെ അറ്റം വരെ എത്തും അപ്പുറത്ത്. എന്ത് രസമായിരുന്നു പിള്ളേരുകൾ പഠിപ്പിക്കുന്നത് ആ പഠിപ്പിക്കുന്ന കാലഘട്ടമായി. അതുപോലെ ഇപ്പോഴാണെങ്കിൽ കുട്ടികളൊക്കെ ഇങ്ങനത്തെ നല്ല അക്ഷരസ്ഫുടതോടെ തന്നെ. കുട്ടികൾക്ക് ഇപ്പം മലയാളം എല്ലാവർക്കും വല്ലതും അറിയൂ. ഇപ്പം സംസാരിക്കണ ഭാഷ തന്നെ കേട്ടാൽ മതി. കുട്ടികൾ മലയാളമാണോ ഇത് ഏത് ഭാഷ എന്ന് തോന്നുന്നു നമുക്ക്. മലയാളം കുറേ വാക്കുകളൊന്നും അറിയുന്നില്ല. പദ്യം ബൈഹാട്ട് ചെയ്യണ്ട അങ്ങനെയൊക്കെയല്ലേ ഇപ്പോഴത്തെ സിലബസ്. എന്ത് വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലേ ആകെ കൊളായി. ഇത് എനിക്ക് രാജലക്ഷ്മി ചേച്ചി
ഉണ്ടല്ലോ ആള് ഇങ്ങനെ ഓരോ വോയിസൊക്കെ അയക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ കവിതകൾ ചൊല്ലും. എനിക്ക് അത്ഭുതം തോന്നും, എന്തൊരു ഓർമ്മയാ പണ്ടത്തെ പഠിച്ചിട്ടുള്ള ഓരോ വള്ളത്തോളിൻ്റെയും വൈലോ പിള്ളിയുടെയും ഒക്കെ കവിതകളൊക്കെ ആൾക്ക്. അപ്പം അതിലിങ്ങനെ ആളൊരു ഇങ്ങനെ ഇത് പാടിയപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നേ. ഇനി കമൻറ്റ് വായിക്കിത് കിടക്കാം അല്ലേ. ഗീത ഇന്ത്യൻ തോന്നുന്നുണ്ട് കേട്ടാ. ഇതിൽ കായവും ഉപ്പും മുളകും ചേർത്ത് ഇതുപോലെ കുറുക്കി കൈതയോലപ്പായിൽ വട്ടത്തിൽ പരത്തി ഉണക്കിയെടുത്താൽ മരച്ചീനി പപ്പടമായി. അതെ ചിലപ്പായിരിക്കും. അപ്പം ഉണ്ടാക്കാട്ടെ നമുക്ക്. കൈതോലപ്പായ കിട്ടാൻ മരച്ചീനി പപ്പടം കൊള്ളിപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ. ഇഷ്ടം പോലെ ഉണ്ട്. അജീഷ് ഈസി നമസ്കാരം. ഭാഗ്യം ഇന്ന് ചുക്കുണ്ട പൊട്ടി തെറിച്ചില്ലല്ലോ. ഇല്ലേ ഇങ്ങനെയാക്കുമ്പോൾ പൊട്ടി തെറിക്കില്ല. വെള്ളം പിന്നെ ചേർക്കരുത്, വേറെ കൊള്ളിപ്പൊടി മാത്രം ചേർത്തിട്ടാണ് അത് കുഴച്ച് ആക്കാത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അടുത്തത് ദേവി നാരായണൻ. ഹായ് അജു, സരിത, ജഗ്മോൻ നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ വീഡിയോ സൂപ്പർ. കൊള്ളി കൊണ്ട് ഉണ്ടാക്കുന്ന ചുക്കുണ്ട ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. കാണുമ്പോൾ തന്നെ അറിയാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. സരിത പറഞ്ഞ പോലെ 2 ട്രിപ്പ് ആയി വറുത്തെടുക്കാമായിരുന്നു. സരിതയുടെ കവിത ചൊല്ലൽ വളരെ നന്നായിരുന്നു. സരിതയുടെ ഓർമ്മശക്തി അപാരം തന്നെ, പറയാതെ വയ്യ. ജഗ്ഗുമോന് ക്ലാസ് തുടങ്ങിയോ? ഓൾ ദ ബെസ്റ്റ് ടു യുവർ 10th ക്ലാസ്. നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഗോഡ് ബ്ലസ് യു. ജഗുവിന് ക്ലാസ് തുടങ്ങിയിട്ടില്ല, ട്യൂഷൻ തുടങ്ങി. സ്കൂള് തുടങ്ങാത്ത എന്താ? സ്കൂൾ ജൂൺ 1 തീയതി തുടങ്ങുക. അല്ല 10ാം ക്ലാസ്സുകാർക്ക് ഓർഡർ ഉണ്ട് വേണ്ടാന്ന് ചില സ്കൂളുകാർ തുടങ്ങുമല്ലോ. അടുത്തത് ഹാപ്പി ലൈഫ്. കഴിഞ്ഞ ദിവസത്തെ പ്രതികരണ പരിപാടിയിൽ സരിതേച്ചി പല ഭാഗങ്ങളിലായി അജുവേട്ടനെ ഒന്നിനും പറ്റാത്ത ആളെ പോലെ ആക്കുന്നത് കണ്ടു. അജുവേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ തടി കുറഞ്ഞു, കറുത്തു എന്നൊക്കെ പറയുമ്പോൾ ഉള്ള സരിതേച്ചിയുടെ മുഖഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ വന്നപ്പോഴുള്ള സുഖക്കുറവ് കാരണമാണ് ഇങ്ങനെ ആയത് എന്ന് അച്ഛൻ പറഞ്ഞു എന്ന രീതി പറഞ്ഞത് എന്തോ എനിക്കിഷ്ടമായില്ല. അങ്ങനെയൊക്കെ അജുചേട്ടൻ്റെ അടുത്തിരുന്ന് പറയുമ്പോൾ അജുചേട്ടന് ചേച്ചി ഒരു വില കൊടുക്കാത്ത പോലെ തോന്നി. ഞാൻ എല്ലാ വീഡിയോസിനും കമൻറ്റ് ഇടാറുണ്ട്. നല്ലതിന് നല്ല കമൻറ്റും മോശം വീഡിയോയ്ക്ക് മോശം കമൻറ്റും ഇടാറുണ്ട്. മോശം വീഡിയോയ്ക്ക് മോശം കമൻറ്റ് അല്ല ഇടണേ, നിങ്ങളിടുന്നത് നല്ല കമൻറ്റ് തന്നെയാണ്, മോശം അഭിപ്രായമാണ്. മോശം കമൻറ്റ് ഒന്നും ഒരിക്കലും പറയല്ല കേട്ടാ. അന്ന് ഒരു വട്ടമല്ല പല സ്ഥലത്തായിട്ട് കളിയാക്കുന്നുണ്ട്. എനിക്കെന്തോ അത് ഭയങ്കര വെറുപ്പായി തോന്നി. എൻ്റെ പൊന്നു സരിതേച്ചി, മാങ്ങയുടെ കറുപ്പ് കുത്തൊക്കെ എല്ലാവരും തിന്നും. കറുപ്പ് കുത്ത് ഇല്ലാത്ത മൂവാണ്ട മാങ്ങ കിട്ടില്ല. കറുപ്പ് കുത്ത് ഇല്ലാത്തത് എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ചില കറുപ്പ് കുത്തിൻ്റെ അടിഭാഗത്ത് കുഞ്ഞു കൃമികൾ പോലെ ഉണ്ടായിരിക്കും. ചേട്ടൻ ഒരു നാട്ടും പുറത്തുകാരനാണ്. ആ രീതിയിലുള്ള വീഡിയോസുമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അതിൽ കുറച്ച് വൃത്തിക്കുറവൊക്കെ ഉണ്ടാവും. മാങ്ങയുടെ കാര്യം പറഞ്ഞ ആ വീഡിയോയിൽ ഉണ്ടായ വാക്ക് തർക്കത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ കമൻറ്റ് മുഴുവൻ വായിച്ചാൽ അജുചേട്ടൻ ഉറപ്പായും പറയും അയ്യോ ബാക്കി ഞാൻ എടുത്തില്ലേ. ചേട്ടൻ ഉറപ്പായിട്ടും പറയും അത് സരിത അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല, അങ്ങനെ കളിയാക്കി പറഞ്ഞതല്ല, ഇതിനൊക്കെ ഒരു തമാശയായിട്ട് എടുത്താൽ മതി എന്നൊക്കെ അല്ലേ ചേട്ടൻ സാധാരണ ഇങ്ങനത്തേന് മറുപടി പറയാറ്. സരിതയുടെ അച്ഛൻ പറഞ്ഞത് ഇവിടെ സുഖമായിരിക്കും എന്നല്ല പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അല്ലേ പറഞ്ഞ സ്വന്തം വീട്ടില് ഭയങ്കര കഷ്ടപ്പാടായിട്ട് കല്യാണം കഴിഞ്ഞ് പോണോടത്ത് സുഖാവില്ലേ, അപ്പൊ അവര് അങ്ങനെയുള്ളവരാണ് നന്നാവാ വണ്ണം വെക്കുക. അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നന്നാവണില്ലല്ലോ. അപ്പൊ എല്ലാവരും എന്നെ കണ്ണൂര് പറയും സാധാരണ കല്യാണം കഴിഞ്ഞിട്ടാണ് എല്ലാവരും നല്ല വണ്ണം വെക്കുക. കാരണം പിന്നെ നമ്മളിങ്ങനെ വിരുന്നിന് നടക്കലും ഭക്ഷണം കഴിക്കലും ഓരോ വീടുകളിലേക്ക് വിരുന്നും നല്ല ഫുഡ് അടിയാവുമല്ലോ. അതുവരെ നമുക്ക് നല്ല വല്ല ഭക്ഷണം കഴിക്കാനുണ്ടാ. ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ആഴ്ച ഇങ്ങനെ വിരുന്ന് നടന്ന് ഫുഡ് അടിയല്ലേ. അപ്പം എങ്ങനെയായാലും എല്ലാവരും വണ്ണൊക്കെ വെച്ച് നല്ല മുഖത്തൊരു പ്രസരിപ്പൊക്കെ വരും. സത്യം പറയാൻ ഞങ്ങൾ അങ്ങനെ ഒരു വിരുന്നിന് നടന്നിട്ടില്ല. ചേട്ടന് ആ സമയത്ത് ഇവിടെ സ്വർണ്ണപ്പണിയുണ്ട്. ആ സ്വർണ്ണപ്പണിയിൽ ചേട്ടൻ പുലർച്ചെ 6 മണിക്ക് സ്വർണ്ണപ്പണിക്ക് കയറിയ രാത്രി പുലർച്ചെ 2 മണിയായിട്ടാണ് പണി കഴിഞ്ഞിട്ട് വരാം ഉറങ്ങാനായിട്ട്. 4 മണിക്കൂറാണ് ആകെ ഉറങ്ങാൻ. കാലത്ത് ഒരു 6-6:30 പിന്നെയും വീണ്ടും പണി തുടങ്ങും. അത് കാലത്ത് പിന്നെ ഞായറാഴ്ച അടക്കം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഞായറാഴ്ച അടക്കം നമുക്ക് ഇങ്ങനെ വിരുന്നിന് പോകാനാ ഒന്നിനും സമയമില്ല. ഒരു ഞായറാഴ്ച കാലത്ത് ഒരു 10-12 മണി വരെ എന്തെങ്കിലും തിങ്കളാഴ്ച കൊണ്ടുപോകാനുള്ളത് ഇത് സെറ്റാക്കി വെക്കേണ്ട ഒരു കാലത്ത് തന്നെ പണിയുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയാകുമ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആവണത്. ശരിക്കും പറഞ്ഞ ഞായറാഴ്ച എങ്ങോട്ടും പോകാൻ തോന്നില്ല. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് എങ്ങോട്ടും പോകണ്ട ചേട്ടാ, നമുക്ക് ഇവിടെ ഒരു ഇരിക്കാം വർത്താനം പറഞ്ഞിരിക്കാം. ഒന്ന് ചേട്ടനെ ഒന്ന് കാണാൻ കിട്ടുന്നില്ല, അപ്പൊ നമുക്ക് എന്തെങ്കിലും വർത്താനം പറഞ്ഞിരിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വർത്താനം പറഞ്ഞു ഇവിടെ ഈ പറമ്പിൽ വന്നിരിക്കുക, അല്ലെങ്കിൽ ആ പാടത്തൊക്കെയാണ് പോവാറ്. ഒരു വട്ടം പാർക്കിലേക്ക് പോയി. എന്നിട്ട് പാർക്കിൽ എന്നിട്ടേ ഭയങ്കര ബഹളവും
വണ്ടികളുടെ ബഹളം. ഞായറാഴ്ചയില്ല, ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇതിനേക്കാൾ എത്ര സുഖം നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ ഇരിക്കാനായിട്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് മറ്റേ ഇത് വാഹനങ്ങളുടെ പുകയും ഇതൊക്കെ ശ്വസിക്കാൻ അവിടെ പോയിരിക്കണം. ശുദ്ധമായി ശ്വസിച്ച് ഇവിടെ ഇരുന്നൂടെ? അവിടെ ഇരുന്നാലും നമ്മൾ വർത്താനം പറയുക, ഇവിടെ ഇരുന്നാലും. എന്നിട്ട് ഞങ്ങൾ പോക്ക് നിർത്തി. അപ്പം അതുകൊണ്ടാവും ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഏരിയ ഉണ്ട്. ഞാനവിടെ വെയിൽ എന്ന് പറയുന്ന സാധനം കൊള്ളുണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ. പുറത്തേക്ക് ഇറങ്ങണില്ലല്ലോ, കോളേജിൽ പോവുക തിരിച്ചു വരാം, അങ്ങനെ മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങണത്. പിന്നെ വെയിൽ കൊള്ളേണ്ടി വരുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പറമ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയും പുറത്തൊക്കെ കിടന്ന് നടക്കും. മുറ്റടിച്ചു വാരൽ, പിന്നെ എന്തിട്ടെങ്കിലും പട്ട വലിക്കൽ, നാളികേരം പറക്കൽ, വിറക് കൊണ്ടിട്ടുണ്ടാവും. പണികളൊക്കെ ഉണ്ടാവും, വിറകൊക്കെ കൊണ്ട് തട്ടും. അപ്പോൾ ഈ പണിക്കാർക്കുള്ള ഭക്ഷണമൊക്കെ നമ്മുടെ വീട്ടിലാണ് ആ സമയത്ത് വെക്കണേ, തറവാട് വീട്ടിൽ. അപ്പോൾ അവിടെ ഒരു ചാച്ചിറക്കുണ്ട്, അതിലേക്ക് വിറകടക്കൽ. അപ്പോൾ വിറക് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ചെറിയേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ടിപ്പർ വിറക് കൊണ്ട് തട്ടിയിട്ട് അത് തലയിൽ ചോന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഞാനവിടെ കൊണ്ടുവന്നിട്ടു മുഴുവൻ. പിന്നെ നമ്മുടെ അമ്മ അതൊക്കെ അടക്കി വയ്ക്കും, അങ്ങനെയൊക്കെ. പിന്നെ കുറേ മുറ്റടിച്ച് വരാനുണ്ട് എനിക്ക്. പക്ഷേ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മുറ്റടിച്ച് വരാൻ. പിന്നെ പശുവിൻ്റെ തൊഴുത്ത്, ചാണകോരൽ, തൊഴുത്ത് കഴുകൽ, ഇങ്ങനത്തെ പണിയൊക്കെ ഞാൻ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ചെയ്യാൻ. പഴയൊരു വീട്ടിലുണ്ടാവുന്ന എല്ലാ വക പണികളും ഉണ്ടായി. അപ്പം അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു പണികളും ചെയ്യാണ്ടിരുന്നിട്ട് അങ്ങനെ ഇവിടേക്ക് വന്ന് ആ പണികൾ ചെയ്യലും അങ്ങനെയൊക്കെ ആയപ്പോഴേ ആണ് ഞാൻ നന്നായിട്ട് ഞാൻ കളറൊക്കെ കുറഞ്ഞ് ഇങ്ങനെ കരുവാളിച്ചിട്ടുണ്ടായിരുന്നു. അത് സത്യം തന്നെയാണ് പറഞ്ഞത്. അതൊരിക്കലും ചേട്ടൻ്റെ കുഴപ്പം കൊണ്ടല്ല. ഞാൻ ചേട്ടൻ അത് അവിടെ ഇരുന്നിട്ട് എന്നിട്ട് പറഞ്ഞേ എൻ്റെ ചേട്ടൻ്റെ കൂടെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ നല്ല ഭംഗിയിലിരിക്കണേ എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ഇതെടുത്തിട്ടു എന്ന് മാത്രം കേട്ടോ. അല്ലാണ്ട് ചേട്ടൻ ഒരിക്കലും കൊച്ചാക്കിയതല്ല. ഹാപ്പി ലൈഫ് ആകെ വിഷമിച്ചിട്ട് ആണ് ഈ കമൻറ്റ് ഇട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെന്തുട്ടാ അത്രയല്ലേ ഉള്ളോ? ആ, അപ്പൊ ഇനിയും കമന്റുകൾ ഇട്ടോടാ. അഭിപ്രായങ്ങൾക്ക് എപ്പോഴും സ്വാഗതം. അതെ, നല്ല കമന്റും മോശം കമന്റ് അല്ല. മോശം വീഡിയോ ആകുമ്പോൾ അതിലത്തെ മോശം കാര്യം ഏതാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കമന്റ്സ് ഒക്കെ ഇട്ടോളൂ, നോ പ്രോബ്ലം. നമ്മളതെടുക്കും, വായിക്കും, തിരുത്തേണ്ട കാര്യമാണെങ്കിൽ തിരുത്തും. അടുത്തത് ജിതീഷ് തിലകൻ. നമസ്കാരം ചേട്ടാ, സദ്യേച്ചി, ജഗു. കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ കാണുന്നത്. കുറച്ച് ബിസിയായി പോയി. ചുക്കുണ്ടയുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കുറേ നാൾ പിന്നിലേക്ക് പോയി. കുട്ടിക്കാലത്ത് പൈസ എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ച് ചുക്കുണ്ടയും പുളിയച്ചാറും വാങ്ങിയിരുന്നു. ആ സ്വാദിപ്പോൾ ഇല്ല എന്ന് വേണം പറയാൻ. പിന്നെ ഞാൻ കഴിച്ചിരുന്ന ചുക്കുണ്ടയിൽ 1-2 കറുത്ത എള്ളുണ്ടാകും. എന്നതേയും പോലെ പഴയകാലം വീണ്ടും ഓർമ്മിക്കുവാൻ ഇടയായ ഈ വീഡിയോ വളരെയധികം സന്തോഷം തോന്നി. എല്ലാവർക്കും നന്മയും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവട്ടെ. എള്ളു ചേർക്കാവുന്നതാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടാവുന്ന മിഠായികൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങസത്ത്, പിട്ട്, ടമ്പർ മിഠായി, ചുക്കുണ്ട, പിന്നെ ഈ പൊരി ഇങ്ങനെ ഒക്കെ കൂടിയിട്ട് ശർക്കരയിൽ മയക്കിയിട്ട് ഉരുളയിക്കിട്ടുള്ള ഒരു ഇതുണ്ടല്ലേ പൊരിയുണ്ട. പിന്നെ കപ്പലണ്ടി മിഠായിലുണ്ട. ഈ വക മിഠായികളാണ് നമ്മുടെ ഇതിലുണ്ടായിരുന്നത്. എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന മിഠായി ചുക്കുണ്ടി കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് ഞാൻ. പക്ഷേ കുറച്ച് നാളുണ്ടായിട്ടുള്ളൂ. പിന്നെ നാരങ്ങസത്ത് കണ്ടതായിട്ടും ഒരു ചെറിയൊരു ഓർമ്മയുണ്ട്. പിന്നെ ഉണ്ടാവണ ഒരു മിഠായി, ഒരു ഓറഞ്ച് കളറിൽ ഒരു വട്ടത്തിലൊരു മിഠായി ഉണ്ടായിരുന്നു. അല്ല, ഒരു ബോള് ഓറഞ്ച് കളറിൽ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു കവറിൽ പൊതിഞ്ഞിട്ട്. ആ മിഠായി എനിക്ക് ഇഷ്ടമല്ല. തിന്ന് കഴിഞ്ഞാൽ എൻ്റെ വാലിന്റെ തൊലിയൊക്കെ പോകും. 10 പൈസയാണ് ആ ഒരു മിഠായി. പിന്നെ എൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന സാധനമില്ലേ, മറ്റേ ഉള്ളിൽ പഞ്ചസാര നിറച്ചിട്ടുള്ള സാധനത്തിന് റോസ് കളറുള്ളത് നമ്മളുണ്ടാക്കിയില്ലേ, തെന്നിലാവ് തന്നെ ഉണ്ട് പറയാ. ആ സാധനം ഉണ്ടായിരുന്നു. അത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നായിരുന്നു. അങ്ങനെ കുറച്ച് മിഠായികളാണ് ഒക്കെ ഭരണിയിൽ പീടികളിൽ ഇരിക്കുന്നുണ്ടാവും. കൊതിയാവും. അടുത്തത് മെഹ്വിഷ്. സരിതേച്ചിയുടെ ക്ഷമ സമ്മതിച്ചിരിക്കുന്നു. ഞാനാണെങ്കിൽ അപ്പോഴേ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയേനെ, അല്ലെങ്കിൽ നല്ല അടിയായി ഞാന്. പറഞ്ഞത് കേൾക്കാണ്ടായി പോലെ. അത് ചുക്കുണ്ടി ഉണ്ടാക്കുന്ന സമയത്തത്തെ അത് നോക്കിയിട്ട് കാര്യമില്ല, അതൊക്കെ അങ്ങനെയാ. അടുത്തത് ആനന്ദ് തൃശ്ശൂർ. ഒരു കറുത്ത തോക്ക് കിട്ടിയോ? കറുത്ത തോക്ക് കിട്ടിയോന്ന് അതെനിക്ക് മനസ്സിലായില്ല. അതെന്തിട്ട് സംഭവം എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ കമന്റ് എടുത്തത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അടുത്ത വീഡിയോയിൽ അതൊന്ന് വിശദമാക്കിയോളോ. കറുത്ത തോക്ക് കിട്ടിയോ എന്നാണോ കിട്ടോന്നാണോ? കിട്ടിയോന്നാണോ? ചിരിക്കുണ്ടാള് എന്തിന് നമ്മളെ വെടിയിക്കാനാ? അതിന് കറുത്ത തോക്ക് തന്നെ കാണുന്നില്ലല്ലോ. ഏതെങ്കിലും തോക്കായ പോരെ. തോക്കൊക്കെ കറുത്തിട്ടല്ലേ കളർ തോക്കുണ്ടാവൂ. ഒരു ബ്രൗൺ കളറിലൊക്കെ ഉണ്ടാവില്ലേ? അടുത്തത് ജിജോ ജോയ്. സരിത, നല്ല വോയിസ്, പാട്ടിന് എന്ത് രസമാണ്. നിങ്ങൾ രണ്ടുപേരുടെയും സംസാരം കേൾക്കാൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. രജനി എം കെ. അല്ല, സരിത പാട്ട് പഠിക്കുന്നുണ്ട്.
നോ, ഒരൊറ്റ ക്ലാസ് ആയിട്ടുള്ളൂ. ഒരു ക്ലാസ് ഞാൻ ആ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ മ്യൂസിക് ക്ലാസ് ജോയിൻ ചെയ്തിരിക്കുന്നു. എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:30 മുതലാണ് ഓൺലൈനിലാണ് ക്ലാസ്. നമ്മുടെ ആനക്കല്ലുള്ള സന്ധ്യ ടീച്ചറാണ്. ആനക്കല്ലിൽ എടക്കുന്നിയാ എടക്കുന്നി. ഇപ്പൊ ടീച്ചർ വീട് പണിത് മാറി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ടീച്ചർ നമ്മുടെ നവഗ്രഹങ്ങളുടെ അമ്പലല്ലേ തൃശ്ശൂര്, അവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് ജോലിക്കാരായിട്ടുള്ളവരെത്തും. വൈകുന്നേരം 70-75 വയസ്സായവരൊക്കെ വരുന്നുണ്ടെന്ന് അമ്മമാര്. ഇപ്പൊ ഞാൻ തന്നെ പഠിപ്പിക്കാൻ പറഞ്ഞത് മനസ്സിലായില്ലേ, കലയ്ക്ക് പ്രായമില്ല. നിനക്ക് സംഗീതം, അതായത് ചെറുപ്പകാലത്ത് കയ്യിൽ കാശില്ലാണ്ട് അച്ഛൻ പഠിപ്പിക്കാൻ വിട്ടില്ല. ഇവിടെ നന്നായി പാടുമായിരുന്നു. അപ്പോൾ പതിഞ്ഞ ശബ്ദത്തിലും തൊട്ടപ്പുറത്തൊക്കെ വീട്ടുകാരുള്ള കാരണം അവർ കേൾക്കാണ്ടിരിക്കാനും അച്ഛനൊക്കെ അധികം കേൾക്കാണ്ടിരിക്കാനും പതുക്കെയാണ് പാടിയിരുന്നത്. അതുകൊണ്ടാണ് പതിഞ്ഞ ശബ്ദമായത്. ശബ്ദം തുറന്ന ശബ്ദമല്ല സരിതര. ആ സമയം ഇവിടെ നോക്കിയാൽ വിശാലമായി പാടി നടക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം അന്ന് പറ്റാത്ത സൗകര്യം, അത് ഏറ്റവും കഴിവ് അതിലാണുള്ളത്, പാട്ടിലാണ് കഴിവുള്ളത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പാട്ട് പഠിച്ചോളാൻ പറഞ്ഞത്. രണ്ട് ഇത് അല്ല വെറുതെ അത് കുറച്ചും കൂടി ആയിട്ട് ഞാൻ പാടാം, തീർച്ചയായിട്ടും പാടാം കേട്ടോ. പിന്നെന്തുട്ടാ, അപ്പോൾ ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം, വിദേശത്തുള്ളവർ കാനഡയിൽ ദുബായിലുള്ളവരൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ ഓൺലൈനിൽ. അപ്പോൾ ടീച്ചറുടെ നമ്പർ ഇവിടെ തരാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, വീട്ടിലിരുന്നുകൊണ്ട് പാട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ സന്ധ്യ ടീച്ചറെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇടയ്ക്ക് നമുക്ക് അങ്ങോട്ട് പോകണം കേട്ടോ, ഇടയ്ക്ക് നേരിട്ടിട്ട് അല്ല, നവഗ്രഹങ്ങളുടെ അമ്പലത്തിലേക്ക് നേരിട്ട് ക്ലാസ് എടുക്കണോടത്തേക്ക് ഇടയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഓൺലൈനിൽ പഠിക്കുകയാണെങ്കിൽ. അടുത്തത് രജനി MK. പുട്ടുണ്ടാക്കൂ അജു എൻ്റെ സരിത, കണ്ടിട്ട് കൊതിക്കാനാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊള്ളിപ്പുട്ട്. കൊള്ളിപ്പൂട്ടിന് വെട്ടാൻ ഒരു പൂട്ടിനും പറ്റില്ല, ഒരു സാധനത്തിനും പറ്റില്ല. അത് നമ്മൾ ഉണ്ടാക്കണം. സൂസൻ മാത്യു. കപ്പ ചെത്തുക മീൻസ് പീലിംഗ് ദാറ്റ് സ്കിൻ. നമ്മൾ തൊലി ചെത്തില്ലേ. വി സേസ് ആഫ്റ്റർ ദാറ്റ് അരിയുക. That means cutting. That's the way we talk in our areas. First I thought you are going to cook that. I never seen tapioca makes this way other than making unakka kappa. This is really interesting but too much work. അതെ, ചെത്തുകാന്ന് പറഞ്ഞതേ മീൻസ് പീലിംഗ് ദ സ്കിൻ. അവരുടെ നാട്ടിൽ അരിയുക എന്നാണ് പറയാന്നൊക്കെ എനിക്ക് പറഞ്ഞാണ്. നമ്മൾ പറയണില്ലേ, നമ്മൾ ചെത്താന്നൊക്കെയല്ല പറയണേ. പിന്നെ അവർ കണ്ടിട്ടില്ലാന്ന്, ആ ചേച്ചി കണ്ടിട്ടില്ലാന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉണക്കക്കപ്പ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിലാണ്ട് ഇതുപോലെ ഉണക്കി പൊടിച്ച് പൊടി ഉണ്ടാക്കിയിട്ട് കൊള്ളിപ്പൊടി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അത് ഉണ്ടാക്കണത് അവർ കണ്ടിട്ടില്ല. കൊള്ളിപ്പൊടി ഉണ്ടാക്കി വെച്ചോ, അതുകൊണ്ട് പൂട്ടൊക്കെ ഉണ്ടാക്കിക്കോ, ഈ സാധനം ഉണ്ടാക്കിക്കോ, അടിപൊളി സാധനം. അടുത്തത് വിജയകുമാരി R. അജു ചേട്ടാ, ക്യാമറയ്ക്ക് പിന്നിൽ സരിതയുടെ സ്വഭാവം പ്രവൃത്തി ഒക്കെ എങ്ങനെയാ? ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ ക്ലിയർ അല്ലാത്ത ഭാവവും ക്ലിയർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി അങ്ങനെ ആക്കാൻ, ക്ലിയർ ആക്കാൻ വേണ്ടി പാവം ചേട്ടൻ ശ്രമിക്കുന്നുണ്ട്. സരിതയ്ക്ക് ക്യാമറയുടെ മുന്നിലും പിന്നിലും ഒക്കെ ഒരേപോലെ തന്നെ. ഇവിടെ ചേട്ടന്മാരോട് അനിലേട്ടനോടാ ചേട്ടനോടാ ഇവിടെയുള്ള ആരോട് വേണമെങ്കിൽ ചോദിച്ചോ, ഇവർക്കൊരു മാറ്റം. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കമന്റ് വരുന്നത് എനിക്കതാണ് അത്ഭുതം. ആ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കാൻ അറിയുമെങ്കിൽ എനിക്ക് ഇത്ര അധികം നെഗറ്റീവ് കമന്റ്സ് വരില്ലല്ലോ മോളെ. വിജയകുമാരി ആണോ? അല്ല സോറി അപ്പോൾ സരിതയ്ക്ക് എപ്പോഴും നമ്മളെ ഇങ്ങനെ ഓച്ചാനിച്ച് എന്താ പറയാ, കുടുംബിനി എന്താ പറയാ, കുലസ്ത്രീയായിട്ട് ഫുള്ളായിട്ട് നിൽക്കാം. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ല. കാരണം അങ്ങനെ അഭിനയിച്ച് കാണിക്കേണ്ടത് നമുക്ക് ഇഷ്ടമല്ല. അഭിനയിക്കൽ നമ്മൾ വെറും മറ്റേ രസം എന്ന് പറഞ്ഞ ഇതിലൊക്കെ നമ്മളെ ആക്ടിങ്ങിന് മാത്രമായിട്ടുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ അതല്ലാന്ന് ക്യാമറയുടെ മുന്നിൽ തന്നെ ഞാൻ എൻ്റെ കൂതറ സ്വഭാവമാണ്. എനിക്ക് ഇത്രയ്ക്കധികം നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. അത് അഭിനയാണെന്ന് പറയുകയാണെങ്കിൽ ക്യാമറയ്ക്ക് പിന്നിൽ എൻ്റെ ഒറിജിനൽ എന്തായിരിക്കും അപ്പോൾ? അങ്ങനെയൊന്നുമില്ലേ, ഒരേപോലെ തന്നെ. അടുത്തത് ശ്രുതി പ്രദീപ്. ഇന്നലെ വീഡിയോ ഇല്ലാതിരുന്നപ്പോൾ എന്തോ പോലെ ഭയങ്കര വിഷമം. വീഡിയോ ഇട്ടില്ലല്ലോ, നമ്മളിവിടെ ഭയങ്കര ബഹളായിട്ടേ ഇങ്ങനെ മരം മുറിക്കണ സൗണ്ട് പകലെന്നെ എവിടെ നിന്നോണിട്ട് ഇപ്പൊ കേട്ടോടണം. അവര് നിർത്തിന്നോണു. അപ്പൊ നമ്മുടെ കുടിലിന്റെ തൊട്ട് പിന്നില് മരം മുറിക്കണ സമയത്ത് ഉള്ള ഇത് എന്തായിരുന്നു, ഞങ്ങൾക്ക് ഇവിടെ വർത്താനം പറയുമ്പോ തന്നെ ഉറക്കെ പറയണം. അങ്ങനെയായിരുന്നു വർത്താനം പറയണ തന്നെ കേൾക്കണ്ടായിരുന്നില്ല. അല്ലി ചേട്ടാ അവിടെ നിന്ന് നമ്മുടെ വീട്ടിലെ മരാണ് ആവ് മുറിക്കണേ വെച്ചിട്ട്
ഇവിടെ സൗണ്ട് വന്നിട്ടേ. അടുത്തത് ഷീബാസുര. നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ കുലുങ്ങുന്നില്ല, നമ്മളൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര കുലുക്കമാണ്, അതിനെന്താണ് ചെയ്യേണ്ടത്? കുലുക്കെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ എടുക്കണതിൻ്റെ സാധനങ്ങളും അത് എടുക്കണ രീതി ഒന്ന് കാണിച്ചു തരാൻ എന്നിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറേ പേര് നമ്മുടെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടല്ലോ, വ്ളോഗ് ചെയ്യുന്നവർ കണ്ടമാനം ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ അതൊരു ഉപകാരമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നത് കാണിച്ചു തരാം കേട്ടോ. കുലുങ്ങാണ്ട് നമ്മുടെ ഫോണിൽ എന്ന് പറഞ്ഞ ക്യാമറ ഇൻബിൽറ്റ് ജിംബലുള്ളതാണ്, അതുകൊണ്ടായിരിക്കും നമ്മളെങ്ങനെ അതും കൊണ്ട് ഓടിയാലും അത് നല്ല സ്മൂത്തായിട്ടാണ് വിഷ്വൽ പോവുക. ജഗ്ഗു ആ ചാറിലൊപ്പം ഞാൻ ഓടുമ്പോൾ ഒപ്പം ഓടിയിട്ട് തുടങ്ങില്ലേ, എന്തൊരു സ്പീഡിലാണ് ഇത്രയും ദൂരം ഓടിയെന്ന് അറിയും, എന്നിട്ട് വരെ ഒരു ഷെയ്ക്ക് പോലും ഉണ്ടാവില്ല. അത് നമ്മുടെ ഫോണിന്റെ ഗുണമാണ് കേട്ടോ, ആ ക്യാമറ ഇൻബിൽറ്റ് ജിംബലുള്ളത്. നമ്മുടെ ഫോണില് ഇപ്പൊ ചേച്ചി എടുക്കണ ഫോണിന്റെ ക്യാമറയുടെ സെറ്റിങ്സിൽ പോയിട്ട് അതിലത്തെ ഈ സ്റ്റെബിലിറ്റി ഉണ്ടാവും, സ്റ്റെബിലിറ്റി ഓൺ ആക്കി ഇട്ട് നോക്ക്. സ്റ്റെബിലിറ്റി ഓൺ ആക്കി കഴിഞ്ഞാൽ കുറെ ഷെയ്ക്ക് പോകും. ഇല്ല, ഇത് നമ്മൾ എടുക്കുന്നത് സാംസങ് S23 അൾട്രയിലാണ് എടുക്കുന്നത്. അതായിരിക്കും ചിലപ്പോ. മുന്നത്തെയൊക്കെ നമ്മുടെ ആ സോണിയുടെ ക്യാമറ എടുക്കുമ്പോഴേ ക്യാമറയിൽ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചു നടക്കണം. നമ്മള് നടക്കുമ്പോ ഭൂമി, അതായത് നമ്മുടെ കാല് ഭൂമിയിൽ തൊട്ടുണ്ടോന്ന് വരെ അറിയാൻ പാടില്ല, അതുപോലെ എടുക്കാറ് ആ സമയത്ത്. അടുത്തത് തോമസ് മംഗലം. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നും അതിരാവിലെ ഏർലി മോർണിംഗ് കൃത്യം 9:30 എത്തിയിട്ടാ. ഇന്നലെയും എത്തിയിരുന്നു, കാര്യം ഉണ്ടായില്ല. ഇന്നലെ എവിടെയായിരുന്നു ഗഡിയെ? വെറുതെ ചോദിച്ചു എന്ന് മാത്രം. ചുക്കുണ്ട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചുക്കുണ്ട ഉണ്ടാക്കാൻ എത്ര ദിവസം വേണ്ടി വന്നു? അല്ല, ഉണ്ട്, 6 ദിവസത്തോളം വേണ്ടി വന്നു. കൊള്ളി പറിച്ചത് നേരിയതായിട്ട് അരിഞ്ഞ് ഉണക്കി പൊടിച്ച് ഉണ്ടയാക്കി വറുത്ത് കഴിക്കാനും മാത്രം ഈ ഉണ്ടയ്ക്ക് എന്ത് മഹത്വമാണുള്ളത്? ഇത്രമാത്രം സമയവും പണിയെടുത്തിട്ട് കിട്ടുന്ന ഇതല്ലേ? ഗുറുമ്പുകൾ രാപ്പകൽ പണിയെടുത്ത് ഒരു അരിമണി കൊണ്ടുപോകുന്നതാണ് ഓർമ്മ വരുന്നത്. ചുക്കുണ്ട എല്ലാവരും ഉണ്ടാക്കാനാണ് അജു പറയുന്നത്. എന്തിനാണ് ഇത്ര ബന്ധപ്പാട് കഴിച്ച് ഈ സാധനം ഉണ്ടാക്കുന്നത്? വേറെ എന്തൊക്കെ ഉണ്ടാക്കുക ഈ നേരം കൊണ്ട്? ചോദ്യമാണ്. ചോദ്യം ഗംഭീരമാണ്. പക്ഷെ നമുക്ക് ചില സാധനങ്ങൾ ഉണ്ടാക്കണേ നമ്മൾ കുറെ കഷ്ടപ്പെട്ടേ മതിയാവൂ. നമുക്ക് ഈ കൊള്ളിപ്പൊടി ഉണ്ടാക്കലാണ് ഇതിലത്തെ മെയിൻ പണി. കൊള്ളിപ്പൊടി കണ്ടമാനം ഉണ്ടാക്കിക്കോട്ടെ, കുറേ ഉണ്ടാക്കിക്കോട്ടെ. കൊള്ളിപ്പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കുറേ സാധനങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കാം. അതന്നെ, പലഹാരങ്ങൾ ഉണ്ടാക്കാമല്ലോ. അല്ലാണ്ട് ഇപ്പോൾ ഈ ചുക്കുണ്ട മാത്രം ഉണ്ടാക്കണമെന്നില്ലേ, ചുക്കുണ്ട ഉണ്ടാക്കണമെന്ന് യാതൊരു നിർബന്ധമില്ലേ. പക്ഷേ ഇത് പഴയ കാലഘട്ടത്തിൽ പലഹാരമായതുകൊണ്ടാണ് നമ്മൾ അത് കാണിച്ചത്. ഈ കൊള്ളിപ്പൊടി പലതിലും മായമായിട്ട് ചേർക്കും. പപ്പടപ്പൊടിയിലും അതിലൊക്കെ പപ്പടം ഉണ്ടാക്കാനായിട്ട് ഉഴുന്നൊക്കെ വരില്ലേ, അങ്ങനത്തെ പൊടിയിലൊക്കെ. കാരണം കൊള്ളിപ്പൊടിക്ക് തീരെ വിലയില്ലല്ലോ. ഇങ്ങനെ നന്നായിട്ട് കിട്ടുന്ന സമയത്ത് ഇത് എടുത്തോ വെയിലത്ത് അങ്ങോട്ട് ഉണക്കി പൊടിച്ച് നല്ല കൊള്ളിപ്പൊടി കിട്ടാലേ. അതും ശരിയാണ്. ഇനിയിപ്പോ കൊള്ളിപ്പൊടി ആയിട്ട് വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും മായമാണ്. നമ്മളൊരു പ്രാവശ്യം അല്ലിഞ്ചേട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കൊള്ളി ഇതുപോലെ ഉണക്കിയിട്ട് പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കിയിട്ട് കഴിച്ചു. അയ്യോ, ഞാനപ്പോൾ ഇത് ഇത്ര ടേസ്റ്റ് ഉണ്ട് ദൈവം, ഞാൻ ആദ്യമായിട്ടാണ് ഈ കൊള്ളിപ്പുട്ട് കഴിക്കണേ. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും കഴിക്കാൻ തോന്നിയപ്പോൾ ചേട്ടൻ മാർക്കറ്റ് ചെയ്ത് കൊള്ളിപ്പൊടി വാങ്ങിച്ചിട്ട് വന്നു. കൊള്ളിപ്പൊടി ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ. ഞാനപ്പോൾ ദൈവമേ, അത് കഴിച്ചതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സാധനം. ചീത്ത പറഞ്ഞു, കൊള്ളിപ്പൊടി വല്ലവരും വാങ്ങിക്കും കിട്ടണ വലിയ ചേർത്താണ്. അപ്പം അതൊരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുക്കുണ്ടോടുള്ള ആ ഒരു നൊസ്റ്റാൾജിക് ആ ഒരു സാധനമല്ലേ അത്. അല്ലാണ്ട് അതിന് വേണ്ടി മെനക്കെടണതും അതൊന്നും ഒരു വിഷയമല്ല ആ സമയത്ത് അല്ലേ. ചുക്കുണ്ട ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ്. അല്ലാണ്ട് അതിന് വലിയ മേന്മ ഉണ്ടായിട്ടും അത് കഴിച്ചു കഴിഞ്ഞാൽ വലിയ ഭയങ്കര ന്യൂട്രിയൻസോ വലിയ ഒന്നും തന്നെ ഇല്ല. സനൂപ് പഴശ്ശി, നിങ്ങൾക്ക് അവിടെ നല്ല നെല്ല് വിത്ത് ഇറക്കി കൂടെ? കുറച്ചു ഭാഗം അടിപൊളിയായിരിക്കും, വെള്ളം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കൃഷി കോളനിലുണ്ട്, അവിടെ കൃഷി അറിയില്ല. ചെയ്യണമെങ്കിൽ തന്നെ അവിടെ നിലം കെടുക്കുന്നുണ്ട്, വേണമെങ്കിൽ ചെയ്യാം അല്ലേ. എന്തോരം സ്ഥലം, എത്ര പറയ്ക്കാ? 10 പറയ്ക്കാ നമ്മുടെ അമ്മേരെ പേരില് സ്ഥലം കെടുക്കണ്ടേ? 11 പറക്കി അങ്ങനെ സ്ഥലം ഉണ്ട് അവിടെ. ശ്രീകല ഷാബു, ഞാൻ യൂട്യൂബിലെ ഒരുവിധം വീഡിയോകൾ കാണുന്ന ആളാണ്. മറ്റുള്ളവരുടെ വീഡിയോ അപേക്ഷിച്ച് നിങ്ങളുടെ വീഡിയോ ആണ് ഏറ്റവും ഇഷ്ടം. കാരണം ഒരു വക ജാടയും ഇല്ലാത്ത വീഡിയോ ആണ് നിങ്ങളുടെ. താങ്ക് യു, സന്തോഷം. ശ്രീജ ഗിരീഷ്, അജുചേട്ടൻ്റെ കൃഷിയിടത്തിലെ പ്രയത്നത്തെ കുറച്ച് കണ്ടതിൽ അജുചേട്ടൻ വിഷമമായി. വിളവെടുപ്പ് കാണിക്കാത്തത് കൊണ്ടല്ലേ എന്നെപ്പോലുള്ളവർ തെറ്റിദ്ധരിച്ചത്? ഇനി വിളവെടുപ്പ് കാണിക്കണം കേട്ടോ. എല്ലാവിധ ആശംസകളും നേരുന്നു.
വിളവെടുപ്പ് എന്ന് പറയാനായിട്ട് അത്ര ഭയങ്കരമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള കിട്ടുന്നത് നമ്മൾ പറയണല്ലോ, അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഈ ആവശ്യമില്ലാത്ത കണ്ടമാനം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല എന്നാണ് പറയണത്. ഇപ്പോൾ പുറമെ കൊടുക്കാനും പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതന്നെ കുറേ പറഞ്ഞിട്ടുള്ളതാ. കഴിഞ്ഞ കമന്റ് വായനയിൽ വന്നിട്ടുള്ളൊരു കമന്റാണ് നമ്മുടെ മുല്ല ഷബീറിന്റെ കേട്ടാ. എല്ലാവരും ശ്രദ്ധിക്കൂ. മുല്ല ഷബീർ: അജോട്ടാ സരദേശി ജഗുമോനെ, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീരെ വയ്യ, ഷുഗർ കൂടി, പ്രഷർ കൂടി, ഹോസ്പിറ്റലിൽ പോയി കാർഡിയോളജിയെ കണ്ട് എക്കോ ടെസ്റ്റ് എടുത്തു, ട്രെഡ്മിൽ ട്രീറ്റ്മെൻറ്റ്. അവർ പറഞ്ഞത് ഒരു ആൻജിയോഗ്രാം എടുത്ത് നോക്കാമെന്നാണ്, ചെറിയ ബ്ലോക്കിൻ്റെ സാധ്യത ഉണ്ടെന്നാണ്. അതുകൊണ്ട് ആകെ ടെൻഷനിലാണ്. എനിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. മരിക്കാൻ പേടിയായിട്ടല്ല, പക്ഷേ ഇവിടെ നിന്ന് നിങ്ങളെപ്പോലെയുള്ളവരെയൊക്കെ വിട്ടുപോകുന്നൊരു വിഷമം. ഞാൻ മുല്ല ഷബീറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എടുത്തില്ല. പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് കണ്ടില്ല. ഈ മെസ്സേജ് ഈ മെസ്സേജ് കണ്ടതിന് ശേഷം അപ്പോൾ കണ്ടില്ല. പിന്നെ പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ആൾ കമന്റ് ഇട്ടിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ആളുടെ മാറിയിട്ടുണ്ടാവും. അല്ല, മാറല്ല, ആൾക്ക് ഉഷാറായിട്ടുണ്ടാവും വേണമെങ്കിൽ എന്ന് വിശ്വസിക്കുന്നു. ഒരു ബ്ലോക്കിന്റെ സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കൊന്നും ഒരിക്കലും ഇങ്ങനെ വിഷമിച്ച് നെഗറ്റീവ് അടിച്ചിരിക്കരുത് കേട്ടാ. നമ്മള് എന്താ പറയാ, മനസ്സല്ലേ നമുക്ക് പ്രധാനം. ശരീരത്തിന് എന്ത് തളർന്നാലും മനസ്സ് തളരാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മതി. അപ്പം അതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ അച്ഛന് എന്താ പറയുക, തലയിൽ ബ്ലഡ് ക്ലോട്ടായിട്ട് ഒരു സൈഡ് തളർന്നതാണ്. ഡോക്ടർ അന്ന് തന്നെ പറഞ്ഞതാണ് 6 മാസം കഴിഞ്ഞിട്ടാണ് ആളെ എണീക്കണതിനെ കുറിച്ചിട്ട്. എണീറ്റാൽ തന്നെ ഭാഗ്യം. 6 മാസം ഇങ്ങനെ എടുക്കുന്നതാണ് പറഞ്ഞത്. അച്ഛൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവണേലും മുന്നേ എണീറ്റ് നടന്നു. അപ്പം നമുക്ക് നമ്മുടെ മനസ്സ് തളർന്നാൽ പോയി. അതും അച്ഛനപ്പം എത്ര വയസ്സുണ്ട്? 78 വയസ്സുണ്ട്. 9 ദിവസമാണ് അച്ഛൻ അന്ന് ആശുപത്രി എടുത്ത. 9 ദിവസം ഞാൻ തന്നെ അച്ഛൻ്റെ കൂടെ ആശുപത്രി നിന്നത്, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ. അപ്പോൾ നമുക്ക് വിൽ പവർ, നമ്മുടെ മനസ്സിൻ്റെ ശക്തി കളയരുത്. നമ്മൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസും കാര്യങ്ങളും എന്താ വേണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ അയ്യോ വയ്യാണ്ട ഇനിയിപ്പോൾ ബ്ലോക്ക് വരുമോ, ഞാൻ മരിക്കും, നമ്മളെല്ലാവരും മരിക്കും, എന്തെങ്കിലുമൊക്കെ മരിക്കും. അപ്പോൾ അതുവരെ പക്ഷെ നമുക്ക് ആരോഗ്യത്തോട് കൂടിയിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് നമുക്ക് ജീവിക്കണമെന്നാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതല്ലേ, കെടുപ്പിലായി മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ട ഒരു അവസ്ഥ വരരുത് തന്നെയാണ് എല്ലാവർക്കും പ്രാർത്ഥന ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക, തളരരുത്. മനസ്സിലായില്ലേ? തളരരുത് രാമൻകുട്ടി, തളരരുത്. പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരാൻ വേണ്ടി നമ്മൾ കാത്തിരുന്ന് ആ വീഡിയോയിൽ 2 പാർട്ടായിട്ടല്ലേ കേട്ടോ, അതിൽ മുല്ല ഷബീർ ഒരു കമൻറ്റ് ഇട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആള് മൈൻഡൊക്കെ നല്ല ഓക്കെ ആയി തോന്നുന്നു. വീഡിയോ അച്ഛാ ലഗ, ബഹുത്ത് അച്ഛാ, യേ വീഡിയോ ഖൂബ്സൂരത് ഹേ. പച്ചമുളക് ഹിന്ദിയിൽ പറഞ്ഞ് മിർച്ചി, വഴുതനങ്ങ ബേങ്കൻ, കുരുമുളക് കാലാ മിർച്ചി, കത്തി ചാക്കൂൻ, മുട്ട അണ്ട, നാളികേരം നാരിയൽ, മരം ജാർ, നായ കുത്ത, വീട് ഘർ, മധുരക്കിഴങ്ങ് ആലുമിട്ട, ഉരുളക്കിഴങ്ങ് ആലു, വണ്ടി ഘാടി, അച്ഛൻ പിത, അമ്മ മാത. ഇതൊക്കെ ചേട്ടന് പഠിക്കാൻ വേണ്ടി തന്നേക്കണ വാക്കുകളാണ് കേട്ടോ, ഹിന്ദി പഠിക്കാൻ. പണ്ട് കോഴിക്കോട് സാമൂതിരിയുടെ അടുത്ത് കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായത്തിലൂടെയുള്ള വ്യാപാരത്തിനായി പോർച്ചുഗീസുകാർ. അവർ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും തിരുത്താൻ വരണം. വന്ന് ചർച്ചയ്ക്കൊടുവിൽ സാമൂതിരിയോട് അവർ പറഞ്ഞു, ഞങ്ങളുടെ കാഷ്യൂനട്ട് നിങ്ങൾക്ക് തരാം, പക്ഷേ പകരം നിങ്ങളുടെ കുരുമുളകിൻ്റെ കൊടി ഞങ്ങൾക്ക് വേണം കൃഷി ചെയ്യാൻ. സാമൂതിരി ആ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചു. അവിടെ കൂടിയിരുന്ന എല്ലാവരും അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്ത് മണ്ടത്തരമാണ് കാട്ടിയത്? നമ്മുടെ കുരുമുളക് കൊടുത്ത് അവരവിടെ കൃഷി ചെയ്ത് സാമ്പത്തിക അഭിവൃദ്ധി കൈവരിച്ചാൽ പിന്നെ നമ്മുടെ വ്യാപാരം തകർച്ചയിലാവില്ലേ? കാരണം കേരളത്തിൻ്റെ ബ്ലാക്ക് ഗോൾഡ് ആണല്ലോ കുരുമുളക്. ഉടനടി സാമൂതിരി, നോം അത്ര മണ്ടനല്ല, നമ്മുടെ കുരുമുളക് കൂടിയല്ലേ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ. ആ പറഞ്ഞത് നല്ല കൃത്യമാണ്. പണ്ട് കാലത്ത് തിരുവാതിര ഞാറ്റുവേലയുടെ പിറവിയിലാണ് കുരുമുളക് തളിർക്കുന്നതും കായ്കൾ ഉണ്ടാകുന്നതും. തിരുവാതിര ഞാറ്റുവേല കേരളത്തിന് മാത്രം സ്വന്തം, അത് മറ്റൊരു രാജ്യത്തുമില്ല. അങ്ങനെ അവർ കുരുമുളക് കൃഷിയിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങി. നമ്മുടെ കേരളം കശുവണ്ടി കൃഷിയിൽ 1ാമതും എത്തി. കേരളത്തിൽ നിന്നും കുരുമുളക് കയറ്റുമതിയും ചെയ്തു. ഇത് ഇവിടെ പറയാൻ കാരണം ആ ചേച്ചി കുരുമുളക് വള്ളി ചോദിച്ചു കേട്ടപ്പോൾ പറഞ്ഞതാണ്. ചിലപ്പോൾ ചിലർ ചോദിച്ചേക്കാം, ഇപ്പോൾ കുരുമുളക് പലയിടത്തും ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന്. അതെല്ലാം പലതരം വളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. പ്രിയ, കുരുമുളക് വേണമെന്ന് കൊണ്ടുപോകാനായിട്ട് അതിൻ്റെ ശരിക്കുമുള്ള വളർച്ച അതെല്ലാം പലതരം വളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ശരിക്കുമുള്ള വളർച്ച മുൻപ് പറഞ്ഞതുപോലെയാണ്. ഇവിടുത്തെ കാലാവസ്ഥയിലുണ്ടാവുള്ളൂ. അതായത് അവൾക്ക് ഞാനൊരു ചെപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾക്ക് പൊട്ടിച്ച് ഉണക്കിയത് കുറേ ഇരിക്കണ്ടായിരുന്നു, ചെപ്പുകളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു ചെപ്പ് ഞാൻ കൊടുത്തു അവൾക്ക്, പ്രിയക്ക്. എന്നിട്ട് പറയാമെന്ന് ചേട്ടൻ? അല്ല, പല പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കൊണ്ടുപോകില്ല ചോരമ്മ, വിദ്യാധനം സർവ്വധന പ്രധാനം എന്ന് പറയില്ലേ, അത് ഇതുമായിട്ട് ബന്ധമുണ്ടല്ലോ. അതായത് അല്ലല്ലേ,
കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും അതല്ലേ? അത് എനിക്കറിയില്ല ഇപ്പൊ എന്തുണ്ടാവോ. അതല്ല ഇപ്പൊ നമ്മുടെ മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇത് ഉദാഹരണമായിട്ട് ഇപ്പൊ ഇവിടെ ഇന്ന പറഞ്ഞേ. അടുത്തത് സലാം ഹാജിയാർ പള്ളി. വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ സന്തോഷമാണ്, തിരിച്ചു പോകുമ്പോൾ വിഷമവും സങ്കടവും തോന്നും. പ്രവാസികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അത്. റിയാദിൽ നിന്ന്. ശരിയാണത്, ശരിയാണ്, വളരെ ശരിയാണ്. ശാന്ത സുരേഷ്, എല്ലാവരും പോയപ്പോൾ ഒറ്റയ്ക്കായോ? വിഷമിക്കേണ്ട, ഞങ്ങൾ കൂടെയുണ്ട്. വളരെ സന്തോഷം. മറിയം ജോർജ്, അജു സെറ ജഗുമോൻ ഫാമിലി ഗെറ്റ് ടുഗദർ. നല്ല സന്തോഷം എല്ലാവർക്കും. പ്രിയാസ് കുക്കിംഗ് വീഡിയോ കണ്ടിട്ടുണ്ട്. സുഖമില്ലാഞ്ഞിട്ടും അച്ഛനും എത്തിയല്ലോ. അമ്മ തുന്തുരു വാവ, ഗോഡ് ബ്ലസ് യു ഓൾ. അവരിപ്പോൾ ഇന്ന് ഇവിടേക്ക് പോയേക്കാ. എവിടേക്കാന്നറിയോ? വയനാട്ടിൽ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടേക്ക് പോയേക്കാ. അച്ഛനും അമ്മയും പിന്നെ ആൻറ്റി മാമനും കൂടി. അശോക് വേൾഡ്, ഈ കൊടുവേനൽക്കാലത്ത് വീട്ടിൽ വരുന്ന അതിഥികൾക്ക് കുളിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സമാധാനമായി കുളിക്കാൻ പൂൾ നിറയെ വെള്ളം നിറയ്ക്കാൻ അജേട്ടൻ മറന്നിട്ടില്ല. ഇത് തന്നെ ധാരാളമായി. വരുന്നവർക്ക് ഏറ്റവും ഇഷ്ടം ആ വെള്ളത്തിൽ ചാടി കുളിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഇന്നലെ ഇപ്പോൾ തുന്തുരുവിൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ജിൻസ് അനുരഞ്ജ്. അവർ പണ്ട് തൊട്ടേ ഉള്ള കൂട്ടുകാരാണ്. തുന്തുരു മറ്റേ ദാസ് കോണ്ടിനെൻ്റലില്ലേ തൃശ്ശൂർ, അവിടെ വർക്ക് ചെയ്തപ്പോൾ അപ്പം തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. അവർ ഇതുവരെ അത് വിട്ടിട്ടില്ല. ഇപ്പം 3 പേരും 3 സ്ഥലത്താണ് വർക്ക് ചെയ്യണേ. പക്ഷേ എന്നാലും അവർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അനുരഞ്ജ് ദുബായിൽ. അപ്പം അനുരഞ്ജ് നാട്ടിൽ വന്നു. അപ്പോൾ അവർ വരുമ്പോൾ വീട്ടിൽ വന്ന് നിൽക്കാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് അവർക്ക് പൂളിൽ കുളിക്കണം എന്ന് ആഗ്രഹം വന്നിട്ടുണ്ട്. 3 പേരും കൂടി ഇന്നലെ വന്നിരിക്കണം. ഇന്നലെ വന്നിട്ട് അവിടെ കുറേ നേരം കുളിച്ചിട്ടാണ് അവർ പോയത്. അവര് കുറെ അറുമാദിച്ചിട്ടാ പോയെ. വരുന്നവരൊക്കെ കുളിക്കാൻ എന്തായാലും നമ്മുടെ നാടൻ സ്വിമ്മിംഗ് പൂള് വിജയിച്ചു ഭയങ്കരമായിട്ട്. അതന്നെ, എല്ലാവർക്കും നല്ല സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് സന്തോഷം. അത് ഈ കുട്ടി രസികൻ ഇൻട്രോ സോങ് വീഡിയോ കിടു. ഒത്തുകൂടുമ്പോൾ പാചകത്തിലെ കുറവുകളൊന്നും അറിയില്ല കേട്ടോ, അതാ അതിൻ്റെ ഒരു ത്രിൽ. അത് ശരിയാ, എല്ലാവരും കൂടുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അതൊന്നും അറിയാണ്ട് അങ്ങോട്ട് പോകും. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ കറികളൊക്കെ. ഞാൻ ഭക്ഷണം കഴിച്ചു. പിന്നെ പോകുമ്പോൾ അവർക്ക് എല്ലാതും ആക്കി കൊടുത്തയച്ചു. കാരണം കൂടുതൽ പേരെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ കൂടുതൽ സാധനം ശരിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ പിന്നെ വരേണ്ട ടൈം ആവും തോറും എണ്ണം കുറഞ്ഞു വന്നല്ലോ. മിനിയം ഓസം ഡിഷസ്. ഐ നോ ദ ഫീലിംഗ് വെൻ ഗസ്റ്റ് ക്യാൻസൽ ആൻഡ് സം ആർ ലേറ്റ് ആഫ്റ്റർ കുക്കിംഗ് ആൻഡ് എക്സ്പെക്ടിങ് ഇറ്റ്സ് ഡിസപ്പോയിൻമെൻറ്റ്. യുവർ ഡാഡ് ഈസ് സോ സ്വീറ്റ് ഫോർ കമ്മിങ്. ഹി ലുക്ക് സിക്ക്. അച്ഛന് വയ്യായിരുന്നു, തീരെ വയ്യ. വാവാസ് ഔട്ട്ഫിറ്റ് ആൻഡ് ഡാൻസ് വാസ് സൂപ്പർ ക്യൂട്ട്. ഈസ് ഷീ യുവർ നീസ്? എൻ്റെ ബ്രദറിൻ്റെ മോള്, തുന്തുരുവിൻ്റെ മോളാണ്. ചേച്ചിയാണ് ഞാൻ ആദ്യമായിട്ടും വീഡിയോ കാണുന്നതെന്നാണ്. പുതിയ സബ്സ്ക്രൈബറാവും, അതാരണം അറിയാത്ത. അടുത്ത് രാജി. ഹായ് അജു സരിത. സരിത മോളെ, കണ്ണട മോൾക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ജഗ്ഗു മോനെ കണ്ടില്ല. ഗോഡ് ബ്ലസ് യു ഓൾ. ജഗ്ഗു ആണ് ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. നിതിനില്ലല്ലോ കുറേ നാളായിട്ട്, അപ്പോൾ ജഗ്ഗു ആയിരുന്നു ഷൂട്ട് ചെയ്ത്. KA ജോയ് കള്ളിക്കാടൻ. ഉവ് എല്ലാം മനസ്സിലായി. അങ്ങനെ അജുവിനെ ഇമ്പ്രൂവ് ആക്കി. 2 കോഴി കഷ്ണം പുറത്തേക്ക് സരിത ഇടുമ്പോൾ 2 കഷ്ണം പുറത്തേക്ക് വീണു. നല്ല വൃത്തിയുള്ള സ്ഥലത്തേക്ക് വീണേ. അത് പട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ തിന്നാവുന്നതുള്ളൂ. ചേട്ടൻ അത് ഇമ്രുവിനും അവർക്കും കൊടുക്കുന്നു പറഞ്ഞത് കൊണ്ട് അത് 2 കഷ്ണം ഉണ്ടായിരുന്നു. അത് 2 ചാർലിക്കും മറാനും കൊടുത്തു. കൊടുക്കണോ എന്നുള്ള രീതിയിൽ ചേട്ടൻ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചപ്പോൾ ആള് വിചാരിച്ചു അത് ഓഫാക്കിയിട്ടത് ഞാൻ കഴിക്കുന്നു വിചാരിച്ചു. സത്യത്തിൽ ഒരിക്കലും കഴിച്ചിട്ടില്ല. ഞാൻ നിലത്തേക്ക് വീണ സാധനങ്ങൾ ഞാൻ എടുക്കാൻ ഇവരും പ്രേരിപ്പിക്കാറില്ല, ഞാനും എടുക്കാറില്ല. മണ്ണിൽ വീണ് കിടക്കണ കംപ്ലീറ്റ് സാധനങ്ങൾ പറക്കി നടന്നൊക്കെ തിന്നും, അതൊന്നും പ്രശ്നമല്ല. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നൊരു സാധനം പുറത്ത് വീണ് കഴിഞ്ഞാൽ അത് എടുക്കാൻ പാടില്ല. അതിൽ വിഷമുണ്ട്, അതിൽ അഴുക്ക് പറ്റിയിട്ടുണ്ടാവും, അതിൽ കുറേ കീടാണുക്കളൊക്കെ പറ്റിയിട്ടുണ്ടാവും, അത് തിന്നാൻ പാടില്ല. അതായത് ലോകാരോഗ്യ സംഘടന ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിലത്ത് വീണ് കഴിഞ്ഞാൽ ഇത്ര സെക്കൻഡിനുള്ളിൽ സാധനം എടുത്ത് കഴിഞ്ഞാൽ എത്ര സെക്കൻഡാണ്ട് ബാക്ടീരിയ അല്ലെങ്കിൽ ഇത് വന്നിട്ടുണ്ടാവില്ല. അത് വിചാരിച്ചിട്ട് ചെളിയിലേക്ക് വീണ്ടെങ്കിലോ അതിൽ പറ്റി പിടിക്കില്ലേ. വെറും വൃത്തിയായിട്ടുള്ള സ്ഥലത്ത് വീഴുക എന്നാണ് ലോകാരോഗ്യ സംഘടന ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ ഇപ്പൊ കീടാണുക്കൾ നിറഞ്ഞ സ്ഥലമാണോ ഇവിടെ അടുക്കള? എന്തായാലും ഞാൻ തിന്നിട്ടില്ല. അത് സരിത നായ്ക്കൾക്ക് എനിക്ക് കൊണ്ടുപോയി കൊടുത്തത്. വേറെ ആളും കമന്റ് ഇട്ടുണ്ട്. അത് ചേട്ടൻ ക്യാമറയും കൊണ്ട് വന്നില്ല എന്റെ പിന്നാലെ അല്ലേ ഇട്ട് കൊടുക്കുമ്പോൾ. അയ്യോ അബദ്ധം പറ്റി. ഇങ്ങനെ ഒരു ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം കയറുന്നു. അടുത്തത് സുധീർ NB. അജുവേട്ടാ ഹായ്. ഫ്രിഡ്ജ് ചുമരിനോട് ചേർത്ത് ഇട്ട പോലെ തോന്നുന്നു. ഒരു 4 ഇഞ്ച് എങ്കിലും നീക്കിയിടുന്നത് നല്ലതാണ്. 4 ഇഞ്ചിനേക്കാളും കൂടുതൽ നീക്കിയിട്ടാ കിടക്കണം.
ചിക്കൻ റോസ്റ്റ് ആൻഡ് കറി സൂപ്പർ. അടുത്തത് ആൻസ്. അജു, സരിത, ജഗുമോൻ ഗസ്റ്റ് ആർ കമ്മിങ് ഹോം. ദാറ്റ്സ് ദ റീസൺ സരിത ഈസ് ബിസി ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ്. എല്ലാം സിമ്പിളായിട്ടുള്ള പ്രിപ്പറേഷൻ. ഗെറ്റ് ടുഗദർ വിത്ത് ഡിയർ ആൻഡ് നിയർ വൺസ്. അൺഫോർഗറ്റബിൾ മെമ്മറീസ്. വാസ് എക്സ്പെക്റ്റിംഗ് അച്ഛൻ സ്വിമ്മിങ് ഡ്യൂ ടു ഇൽ ഹെൽത്ത്. ഇറ്റ് വിൽ നോട്ട് ബി പെർഫോംഡ്. എല്ലാവരും കൂടി എൻജോയ് ചെയ്തു. കുഞ്ഞുമോളുടെ ഡ്രസ്സ് ആൻഡ് ഡാൻസ് സൂപ്പർ. ലവ് യു ഓൾ. ഗോഡ് ബ്ലസ് യു. അത് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവളുടെ ഡ്രസ്സും ഇതൊക്കെ ഇഷ്ടമായിരുന്നുണ്ട്. അതിന് 170 രൂപയും കൂടെ ഉള്ള ഡ്രസ്സിന് മീഷോന്ന് എടുത്തതാ. ഞാൻ അതിൻ്റെ ക്വാളിറ്റി ഞാൻ അവൾക്ക് എടുക്കാറുണ്ട് കേട്ടോ. മീഷോന്ന് എപ്പോഴും എടുക്കാറുണ്ട്. പിന്നെ നല്ല സാധനങ്ങൾ കിട്ടാറുണ്ട്, വലിയ വില ആവാറില്ല. അപ്പോൾ ഇത് ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റ് പാകം തന്നെയായിരുന്നു. പിന്നെ എന്തുട്ടാ, ഷേസീസ് വ്ളോഗ്സ്. എനിക്ക് ഈ എപ്പിസോഡ് കണ്ടപ്പോൾ അജു ചേട്ടൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഓർമ്മ വന്നു. പിലോപ്പി മീൻ അജു ചേട്ടൻ കറി വെച്ചത്. ഒരു മുറി തേങ്ങ മുറിച്ച് പല കറികൾ ഉണ്ടാക്കിയിരുന്ന കാലം, അമ്മയുള്ള കാലം. അത് പറഞ്ഞപ്പോൾ അജു ചേട്ടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ പഴയ കാലത്തെ ബുദ്ധിമുട്ട് പ്രകടമായിരുന്നു. ആ അനുഭവം ഒത്തിരി പേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ചേട്ടനും സരിതയ്ക്കും ദൈവം സഹായിച്ച് ബുദ്ധിമുട്ടുമില്ല. ഒരുപാട് കഷ്ടപ്പെടുന്നവരെ ദൈവം ധാരാളമായി പിന്നീട് അനുഗ്രഹിക്കും. ഇപ്പോഴും പഴയ കാലങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയുണ്ടല്ലോ, അത് തന്നെ നല്ല മനസ്സ്. നമ്മൾ എത്ര വലുതായാലും പഴയതൊന്നും മറക്കരുത്. ഫസ്റ്റ് പണ്ട് ഒരു മീൻകാരൻ പിലോപ്പി മീൻ വാങ്ങിച്ചു കൊടുന്നു. അമ്മ വാങ്ങിച്ചു കൊടുന്നു. ഒരെണ്ണം വാങ്ങിച്ചു കൊടുന്നു. വെറുതെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ട് അമ്മ നന്നാക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ അമ്മായിരം മോൻ വന്നത്. അമ്മായിരം മോനും ക്ലാവും കൂടി വിരുന്ന് വന്നത്. ഒരു അമ്മ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ കൂട്ടാൻ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ കൊതിയോടെ ഇരിക്കുന്ന സമയമാണ് കേട്ടോ. മീൻ കൂട്ടാൻ കൂടിയിട്ട് ചോറിനാലോ എന്നുള്ള ഇതിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു മീൻ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കുള്ളോ. ഈ തോട്ടം അമ്മനേശ്വരി പിടിയെന്ന് നാളികേരത്തിൻ്റെ ഒരു കൊത്ത്, ഇത് ഇത്രയ്ക്ക് പോകുന്നൊരു കൊത്ത് വാങ്ങിച്ച് കൊണ്ടുവരാൻ നമ്മളെ പറഞ്ഞയച്ചിട്ട് ഈ സാധനം അത് അരച്ച് ചേർത്തിട്ടാണ് കൂട്ടാൻ വയ്ക്കുന്നത്. അപ്പോൾ വന്നിട്ട് ഈ വിരുന്നുകാർ വന്നിട്ടുള്ള ആള് അമ്മായിരം മോൻ ഇവിടെ വന്നിട്ട് ഈ അമ്മ മീൻ നന്നാക്കുമ്പോൾ പറയുന്നത്, അമ്മ ഈ മീൻ നാളികേരം പാൽ ഇട്ടിട്ടല്ലേ വെക്കാന്ന്, നാളികേരം പാല് ഒഴിച്ചിട്ടല്ലേ വെക്കാന്ന്. പക്ഷെ എന്നിട്ട് ഉണ്ടായ അവർക്കാണത് കിട്ടിയത്. ഈ വിരുന്നുകാർക്കാണ് ഈ മീൻ കൂട്ടാൻ കിട്ടിയിട്ടുള്ളത്. നമുക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് കഴിക്കാൻ പോലും പറ്റിയില്ല. കാരണം അവർക്ക് കൂടുതൽ കൊടുത്തിട്ട് ബാക്കി ചാറിൽ മുക്കി നക്കിയാൽ മതി എന്നുള്ളതായിരുന്നു. അല്ല, ഒരു ദാരിദ്ര്യ കാലഘട്ടം 1978 1979 കാലഘട്ടമാണ്. അപ്പൊ ഈ വാടകയിലും ഇവിടെയൊക്കെ കാക്ക എന്നിട്ട് ഒരു വിരുന്ന് വിളിയുണ്ട്. വിരുന്ന് വിളിക്കുന്ന ടൈപ്പുള്ള കാക്കയുടെ വിളിയുണ്ട്. ആ വിളി കേട്ട് കഴിഞ്ഞാൽ ഉറപ്പിച്ചോ ആ വീട്ടിൽ വിരുന്നുകാരുണ്ട്. നമ്മൾ അന്ധവിശ്വാസം വിശ്വാസം അറിയില്ല. അതുപോലെ അരിയുടെ ചോറ് വേവിക്കുമല്ലോ. ചോറ് വേവിക്കുമ്പോൾ കഞ്ഞെള്ളം ഇതിലതിന് മുകളിൽ ചോറ് മറ്റുള്ള ഇങ്ങനെ പൊന്തി കിടക്കും. ഒരു 5 അപ്പൊ വിരുന്നുകാർ വരും. അതെ, അതിനോട് ആ ചോറ് പിന്നീട് വേഗം എടുത്ത് കളയാൻ നോക്കും. കളയല്ല, അടുത്ത് നമുക്ക് കഞ്ഞിരിക്കാൻ. പിന്നെ വിരുന്നാര് വന്നു കഴിഞ്ഞാൽ അല്ല എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ കാര്യം നമുക്ക് അറിയുള്ളൂ. അല്ല, വിരുന്നാര് വരുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടക്കേടുണ്ടായിട്ടില്ല. അവരൊപ്പം കളിക്കാനും പറ്റും. അമ്മായിരം മക്കളും മാമന്റെ മക്കളൊക്കെ ഇത് കാണുമ്പോഴത്തെ അവസ്ഥ വരണ്ട. ദാരിദ്ര്യ കാലഘട്ടമാണ്. ഇവിടെ നിന്നുള്ള ഷർട്ട് ഇപ്പോൾ നമുക്ക് 2 ഷർട്ട് ഉണ്ടെങ്കിൽ അവിടെയും 2 ഷർട്ട് ഉണ്ടാവും. അയലോക്കത്ത് കടം വാങ്ങിച്ചും അതുപോലെ ഈ മുക്ക് ചെയിനുകളാണ് എല്ലാവർക്കും ഉണ്ടാവുക. അമ്മയ്ക്കായാലും എല്ലാവർക്കും അതിൻ്റെ മുക്ക് ചെയിനാണ്, ഇമിറ്റേഷൻ ഗോൾഡ് ചെയിനാണ്. അത് അങ്ങോട്ട് ഇങ്ങോട്ട് കടം വാങ്ങിച്ച് അപ്പുറത്തുള്ള ഓരോ വീട്ടിലേക്ക് വിരുന്നിന് പോകുമ്പോഴും ഇതിന് പോകുമ്പോൾ കടം വാങ്ങിച്ചിട്ട് സെറ്റ് മുണ്ടൊക്കെ കടം വാങ്ങിച്ചിട്ട് നടക്കണ കാലഘട്ടമാണ്. ആ കാലഘട്ടത്താണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ നമുക്ക് തിന്നാനല്ല ആദ്യം നോക്കാം, അല്ലാണ്ട് നമ്മൾ ബന്ധുക്കളെ സുഖം നോക്കിയിട്ട് അല്ലെങ്കിൽ നോക്കിയിട്ട് നോക്കുക. നമ്മൾ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായമാണ് പറയണത്. അല്ലാണ്ട് എനിക്ക് പറഞ്ഞൂടെ ഞാൻ അവർ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു, എനിക്കിതൊക്കെ പറയാണ്ടിരുന്നാൽ പോരെ.
അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ പീര ഞാൻ പറയാം, എൻ്റെ അമ്മ അപ്പുറത്തെ മേഴ്സേച്ചിയുടെ സാരി കടമ ഇങ്ങനെ ഉടുത്തിട്ട് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ അങ്ങനെ ഉടുത്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ ചെയ്യാൻ, അതുപോലെ ഇത് കൃത്യം ഈ നിറച്ച് നിന്നിട്ട് കല്യാണത്തിന് പോയിട്ട് നമ്മളെല്ലാവരും വട്ടട്ട് വർത്താനം പറഞ്ഞിരിക്കണം. എൻ്റെ ഇടയിലോ ഞാൻ വന്നിട്ട് അമ്മോട് ചോദിക്കാം ഇതേതീ മാല. അപ്പൊ അമ്മയുടെ അതോടുകൂടിയല്ല ഇതും നാണക്കേടാവും. അങ്ങനെ ഒരു വട്ടം ഉണ്ടായി. പിന്നെ അമ്മ പുറത്തേക്ക് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ എന്നോട് പറയും ഇത് അവിടെ ചെന്നിട്ട് ദയവ് ചെയ്ത് ചോദിക്കരുത്. അന്ന് അതുവരെ ഞാൻ ചോദിക്കില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് കഴുത്തിലെടുക്കണ്ട അപ്പോൾ ചോദിക്കില്ല. ചെറുതായിരുന്നു കേട്ടോ അപ്പോൾ. പിന്നെ തീപ്പെട്ടി കൊള്ളി കടം വാങ്ങിക്കല്, പഞ്ചസാര, ചായല, പൊടി, മണ്ണെണ്ണ, അരി, ഇതൊക്കെ നാടോടിക്കാറ്റ് സിനിമയിൽ മോഹൻലാൽ അരി വാങ്ങിക്കാൻ നടക്കുന്നുണ്ടല്ലേ. അരി മണ്ണെണ്ണയും വേണം, രണ്ടും വേണം. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ചെറുപ്പത്തിലുണ്ടായത് അങ്ങോട്ടും അത് വാങ്ങിക്കാൻ ഓടല്. എല്ലാ സാധനങ്ങളും കടം വാങ്ങിക്കാൻ പോകും. നമ്മൾ പിള്ളേർക്കാണല്ലോ, പിള്ളേരോടാണല്ലോ പറയാ അതാ ഇവിടെ പോയിട്ട് ആ സേബേട്ടൻ്റെ അവിടെ പോയിട്ട് ഇത് വാങ്ങിച്ചിട്ട് വന്നേ, അതേ ഇവിടെ പോയിട്ട് ഇത് വാങ്ങിച്ചിട്ട് വന്നേ, കുട്ടേട്ടൻ്റെ അവിടെ പോയിട്ട് ഇരുണ്ട് അങ്ങനെ. അപ്പൊ അങ്ങോട്ടും അങ്ങനെ നമ്മളെയാണ് ഓടിക്കുക. അനുഭവങ്ങള് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് വലുതാവും തോറും ഒരു നാണക്കേട് പോലെയാ. അയ്യോ ചോദിക്കാതെ തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇതൊക്കെ കടം വാങ്ങിക്കാൻ പോണതിന് ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. അല്ല, നമ്മൾ ഈ ദാരിദ്ര്യ കാലഘട്ടത്തോടെ കടന്നു പോയത് കൊണ്ടാണ് നമുക്കിപ്പോൾ ആ വീഡിയോ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ പറയുമ്പോൾ കാട് കയറിപ്പോയി. അതന്നെ. സന്ധ്യ ബിജു, സരിത ഒരു കോംപ്ലിമെന്റ് പറയാം. സരിതയുടെ കൈകൾ കാണാൻ എന്തു ഭംഗി ഉണ്ട്, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ. പൊങ്ങണ്ട, ഒരിക്കലുമില്ല. എൻ്റെ കൈകൾ കാലുകൾ ഭംഗിയുണ്ടെന്ന് എനിക്ക് കുറേ പേരെന്നോട് പറയാറുണ്ട്. എന്താ പറയുക, മുന്നേ തൊട്ട് എനിക്ക് കേൾക്കാറുള്ളൊരു കോംപ്ലിമെൻ്റാണ്. അതുകൊണ്ട് ഞാൻ പൊങ്ങില്ല. കണ്ണട വായിക്കുമ്പോൾ വെച്ചോ വായിക്കുമ്പോൾ വെച്ചോ, അല്ലാതെ വെക്കണ്ട, പ്രായം തോന്നും. വാവയുടെ ഡ്രസ്സ് മോഡൽ കളറൊക്കെ കൊള്ളാം, സൈസ് പോരാന്ന് തോന്നി. മോളൂസേ ഡാൻസ് സൂപ്പർ. എനിക്കതൊരു വാങ്ങിച്ചപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു, അവൾക്ക് പാകം ഉണ്ടാവുമെന്ന്. പക്ഷെ ഇട്ടപ്പോൾ കറക്റ്റ് പാകം. കുറച്ച് നാളെ ഇടാൻ പറ്റുള്ളൂ. അതാണ് ആ ഡ്രസ്സിൻ്റെ മാക്സിമം സൈസ്. ആ ഡ്രസ്സ് ഒരു 6 മാസം പ്രായം തൊട്ടുള്ള കുട്ടികൾക്ക് തൊട്ടുണ്ട് അതിൽ. ഇതാണ് മാക്സിമം ഇതുവരയ്ക്ക്, ഈ പ്രായം വരയ്ക്കുള്ളൂ, 7 വയസ്സ് വരയ്ക്കുള്ളത്. അടുത്തത് തോമസ് മംഗലം, സോറി ട്ടാ ഞാൻ അല്പം ലേറ്റായിപ്പോയി, അതാണ് വൈകിയത്. അയ്യോ, വ്രതങ്ങൾ എടുക്കുന്നത് എന്തിനാണ്? എന്തെങ്കിലും കാര്യസാധ്യത്തിനാണോ പർപ്പസ്, അതോ കൂടുതൽ നാൾ ജീവിച്ചിരിക്കാനാണോ? നിങ്ങൾ വ്രതം എടുക്കാറുണ്ടോ? ഞാൻ ആലോചിക്കുകയാണ്. നേരത്തിന് ഭക്ഷണം കിട്ടാത്തവർ വ്രതം എടുക്കുമോ? വലിയൊരു ചോദ്യമാണത്. ഭക്ഷണം കിട്ടാത്തവർക്ക് വ്രതം എടുക്കണ്ട ദില്ലിയിലോ? അതെല്ലാ മതങ്ങളിലും ഉണ്ട് ഈ ഓരോ പേരുകളിൽ. ഉപവാസം, നമ്മളേൽ ഉപവാസം എന്ന് പറയും. ചില മറ്റേ ക്രിസ്ത്യൻസിനാകുമ്പോൾ മറ്റേ വലിയ നോയമ്പും ചെറിയ നോയമ്പും ഉണ്ട്. മുസ്ലിംസിനാണെങ്കിൽ റംസാൻ്റെ നോയമ്പുണ്ട്. അതെനിക്ക് തോന്നുന്നു ഭക്ഷണം ഓവറായിട്ട് കഴിച്ച് ശരീരം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ട് ആരോ ബുദ്ധിപൂർവ്വം ഇങ്ങനെ മതവുമായിട്ടോ വിശ്വാസവുമായിട്ടോ കണക്ട് ചെയ്തുകൊണ്ട് വെച്ചിട്ടുള്ള സാധനമായിരിക്കും. ഇപ്പോൾ തിങ്കളാഴ്ച വ്രതം എടുത്താൽ നല്ല ഭർത്താവിനെ കിട്ടും, വ്യാഴാഴ്ച വ്രതം വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ, ശനിയാഴ്ച വ്രതം ശിവനെ പ്രീതിപ്പെടുത്താനായിട്ട്. അപ്പോൾ വേറെ ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ജോലി, ഇപ്പോൾ എൻ്റെ ആൻറ്റിക്ക് വ്യാഴാഴ്ച വ്രതം ഉണ്ട്. അതെന്തിനാ ആൻറ്റി എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൻറ്റി മാമനും ബോംബെയിൽ പിള്ളേരായിട്ട് അവിടെ കഴിയുന്ന സമയത്ത് മാമന് അത്യാവശ്യം, മാമൻ അന്ന് ബികോം പാസ്സായ ആളാണ്. അപ്പോൾ മാമനൊരു നല്ല കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കില്ല. ആ കമ്പനി പൊളിഞ്ഞിട്ടും മാമൻ അവിടെ കുറേ നാൾ അവരവിടെ നിർബന്ധിച്ച് നിർത്തി ജോലി ചെയ്തുകൊണ്ടിരുന്നു, ശമ്പളം ഇല്ലാണ്ട്. പിന്നെ ലാസ്റ്റ് മാമൻ ആ കമ്പനി പൂട്ടിപ്പോയി. കുറേ നാളത്തെ ശമ്പള കുടിശ്ശികയായിട്ട് ഇവർ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് ആ സമയത്ത് ആൻറ്റി അവിടെ കഴിഞ്ഞു തുടങ്ങി. ആൻറ്റി നമ്മളൊന്നും അത് അറിയിച്ചില്ല കേട്ടാ. അവരത് എങ്ങനെയോ മാനേജ് ചെയ്ത് അവർ ജീവിച്ചൊക്കെ പോയി. അരിപ്പൊടി കുറുക്കി കഴിച്ചും അങ്ങനെയൊക്കെ അവർ കഴിഞ്ഞു തുടങ്ങി ആ സമയത്ത്. ആൻറ്റി പിന്നെ അവിടെ അടുത്തൊരു ആയുർവേദ മറ്റേ ഒരു കട, മലയാളികൾ നടത്തുന്ന ഒരു കടയുണ്ട്, അവിടെ എടുത്തു കൊടുക്കാനായിട്ട് മറ്റേ അരിഷ്ടമൊക്കെ വിൽക്കണ കടയില്ലേ, അങ്ങനത്തെ കടയിലൊക്കെ ആൻറ്റി ജോലിക്ക് പോയിട്ട് അങ്ങനെയൊക്കെ ഇവർ ഭയങ്കര ബുദ്ധിമുട്ടില്ല ജീവിച്ചു തുടങ്ങി. എല്ലാ പ്രശ്നങ്ങളും തീരുന്ന സമയമായപ്പോഴാണ് നമ്മളോട് പറയണത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇത്രയും ഒരു വർഷങ്ങളോളം ഞങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ മാമൻ എന്നിട്ട് അവിടുത്തെ ഈ കമ്പനി പൂട്ടി കഴിഞ്ഞപ്പോൾ മാമൻ ഇങ്ങനെ ജോലിയില്ലാണ്ട് ഇരിപ്പായി. അപ്പോൾ ഇങ്ങനെ ടെൻഷനും ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നമൊക്കെ ആയിട്ട് അവർക്ക് ഈ പിള്ളേർക്ക് വിശക്കുമ്പോൾ വല്ലതും കൊടുക്കണ്ടേ. അങ്ങനെ പിന്നെ മാമന് ഓരോ ഇൻ്റർവ്യൂകൾ കാണുന്നിടത്തേക്കൊക്കെ ജോലിക്ക് പോകും, ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോകും, ഒന്നും കിട്ടില്ല. അങ്ങനെ പോയി ലാസ്റ്റ് ഒരു സ്ഥലത്തേക്ക് മാമൻ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട്, നമ്മൾ ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ച് വിളക്ക് വയ്ക്കണതിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മാമൻ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആൻറ്റി മനസ്സിൽ വിചാരിച്ചു, ഈ ജോലി കിട്ടുകയാണെങ്കിൽ, അന്നൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു, ഈ ജോലി എൻ്റെ മദനേട്ടന് കിട്ടുകയാണെങ്കിൽ മരണം വരെ ഞാൻ വ്യാഴാഴ്ച ഇറച്ചി മീനും ഇതൊന്നും കഴിക്കില്ല, വെജിറ്റേറിയൻ മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചു. ആ ജോലി കിട്ടി.
അപ്പം അങ്ങനെ ആൻറ്റി ഇന്നേ വരെ അത് തെറ്റിച്ചിട്ടില്ല, വ്യാഴാഴ്ച ദിവസം ആൻറ്റി കഴിക്കില്ല. ബാക്കി ഏത് ദിവസം ആൻറ്റി കഴിച്ചാലും വ്യാഴാഴ്ച ദിവസം കഴിക്കില്ല. അപ്പം അങ്ങനെയൊക്കെ ചിലവരുടെ ഒരു വിശ്വാസമാണത്. ഇങ്ങനെ വിചാരിച്ചപ്പോൾ ആൻറ്റി ചിലപ്പോൾ അത് നേർന്നില്ലെങ്കിലും ആ ജോലി കിട്ടുകയായിരിക്കാം. പക്ഷെ ആൻറ്റി അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആൻറ്റി കഴിക്കില്ല. അപ്പം ഇതൊക്കെ തോമസ് മംഗലത്തിനുള്ള മറുപടി ഇങ്ങനെയാണ്. ഇതൊക്കെ ഓരോരുത്തർ വിശ്വാസമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, അല്ലാത്തവർ വേണ്ട. ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഞാൻ പറയില്ലേ, ഞാൻ ഇങ്ങോട്ട് കാപ്പി കുടിക്കില്ലേ, വ്രതല്ല പറയുന്നുണ്ടല്ലോ ഓരോന്ന്, വ്രതാണല്ലോ ഇതൊക്കെ. ഇവിടെ തെറ്റിക്കുന്നു മാത്രം, അതാണ് കുഴപ്പം. നമുക്ക് തെറ്റിക്കാനുള്ളതല്ലേ വ്രതങ്ങളില്ലേ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനുള്ളതാണല്ലോ ഇതൊക്കെ. അടുത്തത് റെജി രാജൻ. ചേട്ടൻ പാട്ടിൻ്റെ കാര്യത്തിൽ സരിതയെ മറികടക്കുന്ന ലക്ഷണമാണ്. ഗുരു സരിതയാണോ? എങ്കിൽ നിർത്തിക്കോട്ടെ, അല്ലെങ്കിൽ പാരയാകും. ഏയ്, ഗുരുവിന് സന്തോഷമല്ലേ ശിഷ്യൻ നന്നാവണത് കാണുമ്പോൾ. നമ്മള് പെരുന്തച്ഛനല്ല, അല്ല പെരുന്തച്ഛൻ, ഞാനല്ല ഗുരു, അപ്പൊ ഞാനല്ല പെരുന്തച്ഛൻ കോംപ്ലക്സ് എനിക്കല്ല ഉണ്ടാവണ്ടേ. അത് ശരി, ഞാൻ തെറ്റി പറഞ്ഞില്ല. അടുത്തത് വർഗീസ്. ഏപ്രിൽ മെയ് അല്ലെങ്കിലും എല്ലായിടത്തും വിരുന്നുകാരുടെ ബഹളമാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് തന്നെയാണ് താമസം. ഇപ്പം എല്ലാവരും കേരളം വിട്ട് ഇന്ത്യയും വിട്ട് യൂറോപ്പ് വരെയൊക്കെയായി. ഇപ്പോൾ വിരുന്നുകാരുടെ തിരക്കാണ് ഈ ടൈം. വീഡിയോ സൂപ്പർ. അടുത്തത് റഷീദ് കറുത്തേടത്ത്. വളത്തിൻ്റെ കാര്യത്തിൽ സരിത പറയുന്നതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം ഒരു വിഷമുള്ളത് കഴിക്കുന്നു എന്ന് കരുതി എല്ലാം വിഷം ചേർക്കണം എന്നുള്ളത് എന്ത് ലോജിക്കാണ്? അതിൽ ഉള്ളത് പരമാവധി കുറച്ചാൽ അത്രയും നല്ലത്. ഇന്നത്തെ വീഡിയോ ഞാൻ കണ്ടു നോക്കിയിട്ടില്ല. അത് എന്തുണ്ടായേ, അത് തർക്കമാണ്. അതായത് നമ്മുടെ ആ വീഡിയോക്ക് 2 ചേരികളായിട്ട് നമ്മുടെ ആളുകൾ തിരിഞ്ഞിട്ടുണ്ട്. കുറേ പേര് എൻ്റെ സൈഡ്, അതായത് ഇംഗ്ലീഷ് വളം ചേർക്കണ്ട, നമുക്ക് കിട്ടുന്നത് മതി എന്നുള്ള ലെവലിലാണ്. കുറച്ച് പേര് പറഞ്ഞ് അല്പം ആ വളം ചേർക്കൊണ്ട് കുഴപ്പമില്ല, നമ്മൾ പുറമെ നിന്നുള്ള സാധനം വാങ്ങിച്ച് കഴിക്കുന്നതാണല്ലോ പറഞ്ഞത്. അപ്പം അങ്ങനത്തെ കമൻറ്റുകളാണ് ഇതിലല്ലേ. പല സ്ഥലങ്ങളിലും ഈ ജൈവ സാധനങ്ങൾ കുറച്ചുകൂടി വായിക്കും. കെ ജോയ് കള്ളിക്കാടൻ. ജൈവ അജുവിനെ ഇംഗ്ലീഷ് അജുവാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട സരിത. അടുത്ത് വൈജയന്തി മനോഹരൻ. അജു എന്തിനാ ചവർ കൈകൊണ്ട് വരുന്നത്? കുപ്പ കോരി കൊണ്ടുവാരൂ. വല്ല തേളോ പഴുതാരയോ പാമ്പോ ഉണ്ടാവും. ചെറിയ കോലുകൊണ്ട് ഇളക്കി വാരൂ. വാരി കഴിയുന്ന വരെ ഞാൻ നാമം ചൊല്ലുകയായിരുന്നു. അയ്യോ പാവം. ഞാൻ പലപ്പോഴും വെയിൽ സമയത്ത് തണുപ്പിനായി വല്ലതും കയറി കിടക്കും. അതുകൊണ്ടാണ് പറയണത്, സൂഷ്യൽ ദുഃഖിക്കണ്ട. ഞാൻ പലപ്പോഴും വിചാരിക്കും, പിന്നെ പെട്ടെന്നായിരിക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇനി ശ്രദ്ധിക്കാം, കൈകൊണ്ട് വരില്ല. അടുത്തത് പ്രേമ ശശി മേനോൻ. പുറത്തുനിന്നും മേടിക്കുന്ന എല്ലാ വെജിറ്റബിൾസ്, റൈസ്, ഫിഷ് എക്സെട്ര കെമിക്കൽ അടിച്ച് തന്നെയാണ് വരുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ കെമിക്കൽ ഒന്നും ചേർക്കരുത്, ഉള്ളത് മതി. അടുത്തത് മുല്ല ഷബീർ. മുല്ല ഷബീറിൻ്റെ 3ാമത്തെ കമൻ്റ് വായിക്കണേ. എൻ്റെ പൊന്നു സരിതേച്ചി, ആ ചേട്ടൻ ജൈവവളം ഇട്ടിട്ട് മാത്രം കൃഷി ചെയ്യട്ടെ. ഇംഗ്ലീഷ് വളം ഇടാൻ അങ്ങേരെ പ്രേരിപ്പിക്കല്ലേ. ഇംഗ്ലീഷ് വളം തൈകളെ പെട്ടെന്ന് വളരാൻ സഹായിക്കുമെങ്കിലും അത് പിന്നീട് ദോഷം ചെയ്യുന്ന ഒന്നാണ്. തലവേദന വരുമ്പോൾ മിണ്ടുമ്പോൾ ഗുളിക കഴിക്കും നമ്മൾ. വേദന സഡനായി നിൽക്കുകയും ചെയ്യും, പക്ഷേ പിന്നീട് വമ്പൻ ദോഷത്തിലേക്കാണ് നയിക്കുക. അതുപോലെ തന്നെയാണ് വാഴകൾക്ക് ഇംഗ്ലീഷ് വളം ഉപയോഗിച്ചാലുള്ള പരിണത ഫലവും. അനുഭവസ്ഥനാണ്. എന്ത് കയ്യിൽ കിട്ടിയാലും വായലിക്ക് കൊണ്ടുപോകുന്ന ഒരു പൈതലാണ് നമ്മുടെ അജുവേട്ടൻ. വളമിട്ട കൈ കൊണ്ട് കഴുകാതെ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഓരോ പുലിവാലും ഉണ്ടാവാൻ. വിഷടിക്കാന്ന് വിചാരിച്ചിട്ടാണോ എല്ലാവരും ഇങ്ങനെ പറയണേ? മറ്റേ ഫ്യൂരിഡാനൊക്കെ ചേർക്കണമെന്ന് വിചാരിച്ചിട്ടാവും. വളർന്ന് ഉദ്ദേശിച്ചത് പൊട്ടാഷ് അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. വളമാണ്, വളം, ഫെർട്ടിലൈസർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് പൊതുവിൽ ഇംഗ്ലീഷ് വളങ്ങൾ ചേർത്തുള്ള മണ്ണുകളാകുമ്പോൾ കുറേ നാൾ കഴിഞ്ഞാലേ ആ മണ്ണ് ഗുണമില്ലാത്തായിട്ട് മാറുന്നു. ചേട്ടൻ ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ട് ഇംഗ്ലീഷ് വളം ഇട്ടിട്ടല്ലേ വാഴ വയ്ക്കണേ. എത്ര കൊല്ലങ്ങളായി? നമുക്ക് വേണ്ട. ഇനി അതാ ഞാൻ പറയില്ല, ഇനി വല്ല അങ്ങനത്തെ നോക്കിയേ. ചേട്ടൻ തന്നെയല്ലേ ഇതൊക്കെ എടുത്ത് വെച്ചാണ്. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. ഇംഗ്ലീഷ് വളം ഇട്ടുണ്ടാകുന്ന നേന്ത്രപ്പഴം ഈസി ആയിട്ട് ക്യാഷ് കൊടുത്താൽ കിട്ടും. പക്ഷേ ജൈവവളം മാത്രം ഇട്ടുണ്ടാകുന്ന ചിലപ്പോൾ ക്യാഷ് കൊടുത്താലും കിട്ടാൻ പാടാണ്. അതുകൊണ്ട് കിട്ടാൻ പാടുള്ളത് വീട്ടിൽ കൃഷി ചെയ്യുന്നതല്ലേ നല്ലത്. പിന്നെ 10 വാഴ വയ്ക്കുമ്പോൾ അതിലൊരു 5 എണ്ണത്തിന് ഇംഗ്ലീഷ് വളം ഇട്ട് നോക്കൂ, നമുക്ക് കാണാമല്ലോ വ്യത്യാസം. ഈ മയിൽ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു. അതാണ് അടുത്തേക്ക് വന്നത്. ഒരു സബ്സ്ക്രൈബറിന് ഓടിക്കല്ലേ ചാർലി. മയിൽ വന്നത് വീഡിയോയിൽ. നമുക്ക് ഈ ആളുകൾക്ക് നേന്ത്രപ്പഴം നമ്മൾ അല്ല 10 എണ്ണം വെക്കുമ്പോൾ 5 എണ്ണം അങ്ങനെ ഇട്ടുന്നതുകൊണ്ട് ആവശ്യമില്ല. നമ്മൾ 4-5 വാഴകൾ നോക്കി നമ്മൾ ഗതികേട് കൊണ്ട് മനുഷ്യന്മാർ, നമ്മുടെ മലയാളികൾ ഗതികേട് കൊണ്ടാണ് നമ്മൾ ഈ വിഷടിച്ച പച്ചക്കറികളൊന്നും നമുക്ക് കഴിക്കേണ്ടി വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഈ പച്ചക്കറി കിട്ടുന്നില്ലല്ലോ. നമുക്കപ്പോൾ ഈ മാർക്കറ്റിലുള്ള മഴക്കാര് ഭയങ്കര മഴക്കാരായി. മാർക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കേണ്ടത് ഗതികേട് കൊണ്ടാണ്. നമ്മുടെ ആരോഗ്യവകുപ്പാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് നമുക്ക് എന്തോരം പറയാൻ പറ്റും. ഈ ആളുകൾ ഉപയോഗിക്കുന്ന ഈ പച്ചമുളക്, വേപ്പില, കയറ്റി അയക്കുന്ന സാധനത്തിൽ തന്നെ വേപ്പില കണ്ട് ഏറ്റവും കൂടുതൽ വിഷമാണെന്നുള്ളത്. അല്ലാണ്ട് ഉണ്ടാവില്ല. പിന്നെ എന്തിനാ ആളുകൾ ഇങ്ങനെ വിഷടിക്കണം അല്ലേ? പച്ചമുളക് ചില്ലറ വേണ്ട കേരളത്തിലേക്ക് ഒരു ദിവസം.
എല്ലാ പച്ചക്കറിയും ചില്ലറ വേണ്ടത്. നമുക്ക് ആവശ്യമുള്ള കൃഷി ചെയ്ത് എടുക്കാൻ നമുക്ക് പറ്റുമോ? നമ്മുടെ ആളുകൾ തന്നെ ഇവിടെ ഉള്ളവർ മരുന്നടിക്കുന്നു. പിന്നീണ്ടാ എന്തുകൊണ്ട് അത്രയ്ക്കധികം ഈ എന്താ പറയാ, അല്ല വിൽപ്പനയ്ക്കുള്ളവര് ചെയ്തോട്ടെ, വീട്ടിലത്തെ ആവശ്യത്തിനുള്ളവര് എന്തിനാ ചെയ്യണം? വേണ്ട, ഇംഗ്ലീഷ് വെള്ളം വേണ്ട, ഞാൻ എന്റെ ഇത് പിൻവലിച്ചു. വിൽപ്പനയ്ക്കുള്ളവരും ഇത് ചെയ്യാൻ പാടില്ല. ഭയങ്കരമാണ്. ഒരു അടുത്ത വരും തലമുറ നശിപ്പിക്കുന്ന സാധനമാണ് ഇതൊക്കെ. ഇംഗ്ലീഷ് വെള്ളം കൊണ്ട് കുഴപ്പമുണ്ടാവും. ഇംഗ്ലീഷ് വെള്ളം കുഴപ്പമില്ല. ഞാൻ വിഷം അടിക്കണതിനോട് ഞാൻ എതിരാണ്. കിട്ടണത് മതി. വിഷം അടിച്ചിട്ട് ഒരു സാധനം വേണ്ട നമുക്ക്, അതിനോട് ഞാൻ എതിരാ. തെറ്റിദ്ധരിക്കല്ലേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ വിഷം അടിക്കണം എന്നല്ല പറഞ്ഞേട്ടാ, ഞാൻ വീണ്ടും പറയുന്നു. റജി രാജൻ, തർക്കം അടിയുടെ വക്കിൽ എത്തുമ്പോഴാണ് അത് വ്യായാമമായി മാറുന്നത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പലതും സംസാരിക്കും, അല്ലെങ്കിൽ നമുക്ക് നേരം പോണ്ട അവിടെ. ഞങ്ങൾ പിന്നെ എന്തുട്ടി സംസാരിക്കണത്? ഇതൊക്കെ ഇങ്ങനൊക്കെ തന്നെയാണ്. അടുത്തത് അനന്തു, മേഘ ഐ ലവ് യു. ഈ അനന്തു കുറേ നാളായി മേഘ ഐ ലവ് യു എന്നിട്ട് മെസ്സേജ് ഇട്ടുണ്ട്. മേഘ ഇത് കാണുന്നില്ലേ? അനന്തുവിന്റെ കാമുകിയാണോ? ആയിരിക്കും. പ്രണയിനിയാണോ? കാമുകിയും പ്രണയിനിയൊക്കെ ഒന്നല്ലേ? ഭാര്യയാണോ? ചേട്ടന്റെ മുഖം മാറുമ്പോ ഞാൻ എന്തുട്ടാ പറയാൻ വരണം. അവരൊക്കെയാണോ? അത് നേരിട്ട് പറഞ്ഞാൽ പോരെ? നമ്മുടെ ചാനലിന്റെ അടിയിൽ വന്നിട്ട് ഞങ്ങളെല്ലാം ഇത് കാണണല്ലോ, നമ്മുടെ പ്രേക്ഷകരും. ഇനിയിപ്പോ മേഘ നമ്മുടെ വ്യൂവർ ആണോ എന്ന് അറിയില്ല. മേഘയെ ദയവ് ചെയ്ത് ഒരു റിപ്ലൈ കൊടുക്കൂ. ഇത് ഞങ്ങളുടെ കുറെ നാളെ എല്ലാ വീഡിയോന്റെ താഴെ നിന്നിട്ട് ഈ അനന്തു ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അടുത്തത് നേച്ചർ അറൗണ്ട്. തെറ്റ് സരിതേച്ചി, ഹിമാം ആണ് അല്ലെങ്കിൽ ഇമാം. രാജകുടുംബത്തിന് ഇഷ്ടപ്പെട്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കിങ് എമംഗ് മാംഗോസ് ആണ്. ഹിമ പസന്ത്. ഹിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മഞ്ഞ്. ഹിമ എന്ന് പറയുമ്പോൾ മഞ്ഞ്, പസന്ത് എന്ന് പറയുമ്പോൾ ഇഷ്ടം, മഞ്ഞിന് ഇഷ്ടമുള്ളത്. ഇന്നിപ്പോ ചേട്ടൻ പറയല്ലേ എവിടെയാണ്? നല്ല ചൂടല്ലേ ട്രിച്ചി. അപ്പൊ നമുക്കിവിടെ ധൈര്യമായിട്ട് വെക്കാം. ഇങ്ങനെ ഒരു വലിയൊരു അറിവ് പകർന്നു തന്നതിന് നേച്ചർ അറൗണ്ടിന് നന്ദി. കിങ് എമംഗ് മാംഗോസ് ആണത്ര ഇത്. വീട്ടിലുണ്ട് 2 മരം. ഇത്തവണ വിളവ് കുറവാണ്, എങ്കിലും കഴിക്കാൻ കിട്ടുന്നുണ്ട്. വീട്ടിൽ ഇല്ലെങ്കിൽ ഒന്ന് വാങ്ങി നടൂ, തീർച്ചയായിട്ടും നടും. കുക്കിംഗ് ഫാക്ടറി പുറത്തുനിന്ന് നിവർത്തിയില്ലാഞ്ഞിട്ട് മേടിക്കുന്നതാണ്, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ പൂർണ്ണമായും ജൈവമാക്കുന്നതാണ് ഉത്തമം. അങ്ങനെയുള്ളത് കഴിക്കാനാണ് നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കുന്നത്. യോജിച്ചു. അടുത്തത് ബെർണാഡ് കെ, ഹിമപസന്ത് ട്രിച്ചിക്കാരുടെ മാവാണ്, അവിടെ ഭയങ്കര ചൂടാണെന്ന്. ഓക്കെ, അത് കഴിഞ്ഞു കേട്ടോ. അടുത്തത് മിനി ലേഖ സന്തോഷ് കുമാർ, 5 വർഷമായി നിങ്ങൾ ചാനൽ കാണുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളെ ബേറാപ്പിള് മേടിച്ച് വെക്കണം. അധികം പരിചരണം ഒന്നും വേണ്ട, 2ാം കൊല്ലം തൊട്ട് കായ്ക്കും. ബേറാപ്പിൾ എന്ന് പറഞ്ഞ സാധനം നോക്കി നോക്കാം. ബേറാപ്പിള് പെയറാണോ? അടുത്തത് ആദമാസാൻ, അജു സംസാരിക്കാതിരിക്കാനാണോ ഇടയ്ക്കിടയ്ക്ക് മാംഗോ വായിൽ കുത്തിത്തിരിക്കുന്നു? ഞാൻ ഓരോ കഷ്ടം എടുത്തല്ലേ. അടുത്തത് ഗീത KV 2719, സമാധാനം 2 പേരും വെടിനിർത്തിക്ക സമാധാന ചർച്ചയിൽ ഏർപ്പെടും. നല്ല രസമുണ്ടല്ലേ കമൻസ്. ഇത് ഇന്നത്തെ കമൻസ് ഞാൻ നോക്കിയിട്ടില്ല കേട്ടാ. അടുത്തത് ശാന്ത സുരേഷ്, പാവം ആ വാഴൻ്റെ ഒരു അവസ്ഥ, ഒന്ന് കുഴഞ്ഞു വീണും മരിക്കാൻ വിടാത്ത മുതലാളി. അപ്പം മുതലാളി ചത്താലും നിന്നെ ഞാൻ വിടില്ലടാ. അയ്യോ അതിന്റെ അവസ്ഥ അടുത്ത ജയന്തി കാർത്തികേയൻ, നിങ്ങളുടെ തർക്കങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ചേട്ടൻ പറയും നീ എൻ്റെ അതേ ചില വീഡിയോക്ക് ചേട്ടൻ പറയൂട്ടാ തുടങ്ങണേലും മുന്നേ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് നീ എന്നോട് തർക്കിച്ചോളൂട്ടോ, എന്നാലും വീഡിയോ രസം ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ ചേട്ടൻ്റെ അതേ അഭിപ്രായം തന്നെ എനിക്കെങ്കിൽ ഞാൻ എന്തിനു തർക്കിക്കാൻ പോകേണ്ട ആവശ്യം? വെറുതെ വീഡിയോ രസം ഉണ്ടാകാൻ വേണ്ടി തർക്കിക്കണ്ടല്ലോ. എന്തെങ്കിലും എനിക്കൊരു എതിരഭിപ്രായം തോന്നിയാലല്ലേ പറയേണ്ട കാര്യമുള്ളൂ. അതായത് അതില് ഇതുണ്ടാവണം, കണ്ടന്റ് ഉണ്ടാവണം, അല്ലാണ്ട് തോന്നിയ പോലെ ഈ തർക്കിക്കാൻ പറ്റും. ഒന്നുകിൽ എന്റെ ഭാഗമാണ് ന്യായം അല്ലെങ്കിൽ ചേട്ടന്റെ ഭാഗമാണ് ന്യായം എന്ന് ആളുകൾക്ക് തോന്നണം. അല്ലാണ്ട് കാര്യമില്ല. അടുത്തത് ജയകുമാരി, ഇത് നിതിന്റെ ചേട്ടനാണോ? യൂട്യൂബിൽ കല്യാണം ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അടുത്തത് പരപ്പി, എന്തൊരു പേരാ? സരിതയുടെ അഭിപ്രായം പറയുന്നു. അജോജിന്റെ അഭിപ്രായം അതെന്ത് ചെയ്താലും കാണും, അതുകൊണ്ട് നിങ്ങൾ അതിൽ തല്ല് പിടിക്കണ്ട. അടുത്തത് രജു, സരിതേച്ചി മാങ്ങ കൊണ്ടുവന്ന് കഴിക്കൂന്ന് പറഞ്ഞപ്പോൾ അജുവേട്ടൻ ജഗ്ഗു എടുത്തേന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങ എടുക്കാനാ പറഞ്ഞതെന്ന്. അല്ല, വീഡിയോ എടുക്കാനാ പറഞ്ഞത്. അടുത്തത് വീണ ഹർഷൻ, സരിതേച്ചി പറഞ്ഞ ന്യായം, ചില കാര്യങ്ങൾ വിട്ടുവീഴ്ചകളാവാം. സരിതേച്ചി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അജുവേട്ടൻ സമ്മതിച്ചു തരില്ല. ഒരാൾ എൻ്റെ ഭാഗം പറഞ്ഞു. അടുത്തത് ഡെയ്സി, അജു നെവർ ആക്സെപ്റ്റ് വാട്ട് സരിത സേസ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് റൈറ്റ്. ഹി വിൽ ഓൾവേസ് ജസ്റ്റിഫൈ ഹിസ് ഒപ്പീനിയൻ ഈവൻ ഇറ്റ് ഈസ് റോങ്. വെരി സ്റ്റബോൺ നേച്ചർ.
സ്റ്റബോൺ നേച്ചർ അതായത് ചേട്ടൻ എന്തൊട്ട് പറഞ്ഞാലും ഞാൻ പറയണത് കേൾക്കില്ലാന്ന്. അത് തെറ്റാണ്. ചേട്ടന്റെ ഭാഗം തെറ്റാണെങ്കിലും അത് തെറ്റാണ്. ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ മുഴുവൻ ഇതൊക്കെ തർക്കിച്ച് നേടിയിട്ടുള്ള മാറ്റങ്ങളാണ്. ഇതിലത്തെ ഒരു വിധമൊക്കെ സരിതയുടെ അഭിപ്രായം കൊണ്ടാണ് നമ്മുടെ വീടിന് ചുറ്റുള്ള മാറ്റങ്ങളും വീടിനകത്തുള്ള മാറ്റങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ നിസ്സാരമായി 4 ചെടികളും വാഴകളും നടുമ്പോൾ ഉള്ളത് അല്ലാണ്ട് വലിയ വലിയ സംഭവങ്ങളല്ല, വലിയ കാര്യങ്ങൾ, വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറെ കാശൊക്കെ പോയി ഇതൊക്കെ ആയപ്പോ ചേട്ടൻ ഒതുങ്ങി. ഓരോ പണ്ടോരോ ബിസിനസ്സുകൾ ചെയ്തില്ലോ, ആ ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ പോകുമ്പോ ഞാൻ മുന്നേ പറയും ഇതിങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യൂ. അത് നമ്മൾ തുടങ്ങിയ കാരണം അത് നമ്മൾ ഒന്നും കേൾക്കില്ല. അല്ല അതിൽ പിഴവ് പറ്റി കഴിഞ്ഞിട്ട് എല്ലാം പോയി കഴിയുമ്പോ ശരിയടി പറഞ്ഞത് കേട്ടാ മതി. അതെ, നമ്മൾ തുടങ്ങിയ കാരണം അതിൽ തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് കുറ്റക്കാര്. സരിതയാണ് തുടങ്ങിയിട്ട് അത് അതിൽ തോറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സരിത കുറ്റക്കാരി. ഇത്രയും സംഭവിക്കുന്നുള്ളതില്ല. ആരാണ് തുടങ്ങണത്? അതല്ല പറയണേ, ബിസിനസ് തുടങ്ങണതും പൊളിയണതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ആർക്കും സംഭവിക്കാലോ. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവസ്ഥരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പൊ എന്തെങ്കിലും നമ്മൾ പോണ വഴിക്ക് ഒരു കുഴിയുണ്ട് ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കില്ലേ. പക്ഷെ ചേട്ടന് കുഴി കണ്ടാലും മനസ്സിലായില്ല അത് കുഴിയാണെന്ന്. ചേട്ടൻ അതിൽ ചാടി വീണ് കയ്യും കാലും ഒടിയുമ്പോഴാ മനസ്സിലാവുള്ളൂ അത് കുഴിയായിരുന്നു. നിഷ്കളങ്കനായിപ്പോയി, എന്താ ചെയ്യാ. അടുത്തത് ഗീത. അഭിനയമില്ല, ജീവിതമാണ് അജുവിൻ്റേത്. ചില വ്ളോഗ് കണ്ടാൽ കാണാൻ തോന്നില്ല, അവർ തകർത്ത് അഭിനയിക്കുകയാണ്. ഒറിജിനൽ എന്തെന്ന് മനസ്സിലാകണമെങ്കിൽ അത് അജുവിൻ്റെ വീഡിയോ കാണണം. അതെന്നോട് ഇന്നാൾ നമ്മുടെ ജയശ്രീ പറഞ്ഞു, ഞാൻ മുടി സ്പാ ചെയ്യാൻ ജയശ്രീയുടെ അടുത്ത് പോയപ്പോൾ, നിങ്ങളുടെ വീഡിയോ ആണ് ആദ്യമായിട്ട് യൂട്യൂബിൽ ഞാൻ ശരിക്ക് ഒറിജിനലായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരെ കാണാം. അതുവരെ അയ്യോ ചേട്ടാ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര അനുസരിച്ച് നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടിട്ടുള്ളൂ എന്ന്. അതിനുശേഷം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണെന്നുകൊണ്ട് പലരും ഇപ്പോൾ ശരിക്ക് അവരെങ്ങനെയാണോ ഒറിജിനലായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ എങ്ങനെയാണ് അതുപോലെ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കുറേ ചാനൽ വന്നു. അങ്ങനെ ജയശ്രീയുടെ അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ. കഴിഞ്ഞു ലാസ്റ്റ്. അയ്യോ അമ്മേ, നല്ല മഴ വരാൻ പോകുന്നു. നല്ല മഴ വരാൻ പോകുന്നു. ഞങ്ങൾ ഇനി പ്രേമൻ്റെ നാടകം കാണാനായിട്ട്, അതായത് ഗ്രൂപ്പ് ഫോട്ടോ എന്ന് പറഞ്ഞ നാടകം എരവിമംഗലം വായനശാലയിൽ കാണാൻ ഞങ്ങൾ പോവാണ്. 7 മണിക്കാണ് നാടകം. സമയം 6:05. ഇനിയിപ്പോൾ റെഡി ആവാനെന്നിട്ട് നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് നിർത്താം. ഇന്ന് നമ്മുടെ 7ാം വാർഷികമാണ്. അപ്പോൾ ഞങ്ങളെ വളർത്തിയതൊക്കെ നിങ്ങളാണ്. ഇവിടെ കാണുന്ന മാറ്റങ്ങൾക്കൊക്കെ കാരണക്കാർ നിങ്ങളാണ്. അത് ഞങ്ങൾക്ക് പറയാനായിട്ട് യാതൊരു മടിയില്ല. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.